നമ്മളെ മുതല് ലാൻഡ് ക്രൂസർ പ്രാഡ് ആയോണ്ടേ 150 160 ഒക്കെ നമുക്ക് ചവിട്ടാം. ഒരാളെന്തൊക്കെയോ അടിച്ചു തൂഫാനാക്കി. 1000 കിലോമീറ്റർ ഓടിയിട്ടാണ് ആള് നിക്കണത്. സംഭവം ഇപ്പൊ ഈ കാട്ടിൽ കയറിയപ്പോഴേ നമ്മൾ ഒറ്റക്കന്നെ ഉള്ളൂ. ചെറിയ പടലൊന്നല്ല വിട്ടുണ്ട്, നല്ല പടലാ. എന്റെ ചുണ്ട് കണ്ട് പലരും ചോദിക്കലുണ്ട് നല്ല സ്മോക്കിംഗ് ആണല്ലേ. പക്ഷെ നമ്മളെ വണ്ടി ഇതായതുകൊണ്ട് ഇനിയിപ്പോ ഏത് കാട്ടുകൂടി നമുക്ക് കയറി പോവാം. അന്ന് ക്ഷീണം വന്നപ്പോ റെഡ് ബുള്ള് കുടിച്ചുകൊണ്ടാണ് നമ്മള് ലൊക്കേഷൻ അതിലൊക്കെ തിരിച്ചു വിട്ടു. ഇപ്പൊ ഏതോ ഉൾനാട്ടിലെത്തി നമ്മള്. സ്റ്റിയറിംഗിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഒരു 100-120 ഇങ്ങനെ പോകുമ്പോ കിട്ടണ ഇവിടെ നോക്കിയാലും ഇവരെ കാരണം റോട്ടിലെ രാജാക്കന്മാര്. പക്ഷെ അല്ലെങ്കിൽ ചെറിയൊരു കിക്ക്, ചെറിയൊരു ലഹരി ഉണ്ട്. അങ്ങനെ നമ്മൾ ടിപ്പുക്കുട്ടന്റെ ഹെഡ്ലൈറ്റ് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഒക്കെ പടം മങ്ങി പോവോ? നടക്കാത്തതായിട്ട് ഒന്നുമില്ല. കാരണം അങ്ങനെ നമ്മൾ മധ്യപ്രദേശ് കഴിഞ്ഞ് UP കയറിയിട്ടുണ്ട്. UPയിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡ്രൈവിംഗ് ഭ്രാന്തന്മാരൊക്കെ ഒരു വട്ടെങ്കിലും ഈ റോഡിനോട് പോകുന്നോളെ. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ട് അടിച്ചു പൊളിച്ച് നിങ്ങളെ ഡ്രൈവിങ്ങിന്റെ പിരാന്തം തീർന്ന് കയറിയ റോഡൊക്കെയാണ് നിങ്ങള്. ഏതോ ഉൾനാട്ടു കൂടിയാണ് ഇപ്പൊ ഈ പോണത്. നമ്മുടെ ഇന്ത്യ രാജ്യത്തും ഉണ്ട്. ടോർച്ചൊക്കെ റെഡി റെഡി. പിന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കണ്ടോ. ആളുകളുണ്ട്. അവരൊന്നും ആറ്റിറ്റ്യൂഡ് അത്ര റെഡി അല്ല. 1 ലിറ്റർ 88. അങ്ങനെ ആലോചിക്ക, ഇത് ആർക്കും വേണ്ടിട്ട് ഈ റോഡ് ഉണ്ടാക്കിയെ. എന്തൊക്കെ സംഭവം, എവിടൊക്കെ പാളി. അങ്ങനെ നമ്മളെ മധ്യപ്രദേശിലെത്തി ഒരു പമ്പിൽ സൈഡാക്കി. 3ാമത്തെ രാത്രി ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പുണ്ട് ഇതാ കിടക്കണ ഒരു KL 32 ഒരു അടിപൊളി താറ് നമ്മളെ മുന്നില്. അപ്പൊ നിങ്ങൾ എവിടുന്ന വരുന്നേ? ആലപ്പുഴ അല്ലേ? നിങ്ങളെ വീട് കണ്ണൂര്. ഒരാളും കൂടെ ഉണ്ട്, പുള്ളി കോട്ടയം അല്ലേ? കോട്ടയം. അപ്പൊ നിങ്ങൾ എവിടെ പോവാ? വാരണാസി. അപ്പൊ വാരണാസി പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടു, പരിചയപ്പെട്ടു അല്ലേ? ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മൾ ഉറക്കം കഴിഞ്ഞ് നിങ്ങൾ എവിടെ ഉറങ്ങിയതപ്പോ? അപ്പൊ നല്ലൊരു തുടക്കമായി. കാരണം നമുക്ക് നമ്മളൊരു നാട്ടുകാരെ കാണാൻ പറ്റി. അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ യാത്ര ഇരിക്കാൻ പോവാണ്. നേരെ ഹൈവേ. ഇനി 150 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് തിരിയാനുള്ളത് അല്ലേ? നമ്മള് ഫ്രഷ് ആലൊക്കെ കഴിഞ്ഞ് നമ്മള് പമ്പിന്ന് എടുക്കാൻ പോവാണ്. അദ്ദേഹമാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ടാറ്റ കൊടുത്തു. അപ്പൊ അങ്ങനെ വീണ്ടും നമ്മൾ ഹൈവേയിൽ കയറാൻ പോവാണ്. 135 കിലോമീറ്റർ ഇനി കണ്ടിന്യൂ ആണ്. നേരെ നമുക്ക് 135 കിലോമീറ്റർ വിടാം. നേരെ വിടാം. ഇതാണോ ഇതൊക്കെ ജബൽപൂർക്ക് 139 കിലോമീറ്റർ. അപ്പൊ ഇനി ജബൽപൂരാണ് നമ്മൾ എത്തേണ്ടത് കേട്ടോ. അപ്പൊ നേരെ വിടാം. പിന്നെ നോമ്പായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നോ ചായ കുടിക്കണമെന്നോ ഭക്ഷണം കഴിക്കണമെന്നോ ഒന്നുമില്ല. ഇനി നമ്മൾ നേരെ പോയി ഒരു 4:30 മണിയാകുമ്പോഴേ സൈഡാക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ ചെറിയ റെസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി വല്ല മൂത്രമൊഴിക്കാനോ ബാത്റൂം പോകാനൊക്കെ ഉണ്ടെങ്കിൽ പമ്പിൽ നിർത്തുന്നുള്ളൂ. അതാണ് ലക്ഷ്യം. അപ്പോൾ ഒരു 4:30 4:45 സൈഡായി കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് തുറക്കാനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. നോമ്പ് നോക്കുന്നതുകൊണ്ട് തന്നെ നല്ല സുഖാട്ടോ. പകല് വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാല്ല. പിന്നെ വിശപ്പ് പറഞ്ഞ സാധനമല്ല. ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് ഇങ്ങനെ വണ്ടി വിടല്ലേ, അതുകൊണ്ട് വിശപ്പ് പറഞ്ഞ സാധനമേ ഇല്ല. പിന്നെ രാത്രി നോമ്പ് തുറന്നിട്ട് പിന്നെ 2 മണിക്കൂറാണ് ഡ്രൈവ് ചെയ്ത് പിന്നെ കടന്നുറങ്ങി. അപ്പൊ ഇന്ന് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ കിലോമീറ്റർ നോക്കുമ്പോൾ 1556 കിലോമീറ്റർ ആണ് ഇന്ന് എടുക്കുന്നത്. ഇന്ന് എത്ര കിലോമീറ്റർ ഓടുന്നു നമുക്ക് നോക്കാം. ഇനിയിപ്പോ ഡൽഹിക്ക് കാണിക്കുന്നത് 1091 കിലോമീറ്റർ ആണ് ഡൽഹിക്ക് കാണിക്കുന്നത്. വീണ്ടും നമ്മളൊരു ഫോറസ്റ്റ് കയറിട്ടോ. ചെറിയൊരു ചുരമാണ് ഇപ്പോൾ ഇത്. ചെറിയ ചുരമല്ല, അത്യാവശ്യം ചുരം തന്നെയാണ്. ഇതുണ്ടോ, ഫുള്ളും മലകളാണ്. കുരങ്ങന്മാരൊക്കെ ഉണ്ട് റോട്ടിലൂടെ. ചുരം ഇറങ്ങിയോണ്ട് കയറല്ല, ഇറങ്ങാണ്. മധ്യപ്രദേശ് എത്തി. ഇതിനുള്ള ഏറ്റവും തെളിവാണ് ഇതാണോ, ഫുള്ള് റോട്ടിലൂടെ ആയിരിക്കും ഇവരുടെ സഞ്ചാരം. അപ്പൊ രാത്രി വണ്ടി ഓടിച്ചു പോകാൻ അത്ര റിസ്ക് ഉള്ളൊരു ഏരിയയാണ് ഈ റോഡ്. കാരണം പശുക്കള് ഫുള്ള് റോട്ടിലാണ്. അപ്പൊ നമുക്ക് ആക്സിഡന്റ് ആവാനുള്ള സാധ്യത കൂടും. അങ്ങനെ നമ്മൾ മധ്യപ്രദേശിലൂടെ പോയിക്കൊണ്ടേയിരിക്കാണ്. ഇന്നത്തെ ഡ്രൈവിങ്ങിൽ അത്യാവശ്യം കിലോമീറ്റർ ഇപ്പോൾ നമ്മൾ കവർ ചെയ്തു. 1762 കിലോമീറ്റർ ആയി. ഏകദേശം 10:36. 8 മണി കഴിഞ്ഞുകൊണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2.5 മണിക്കൂർ കൊണ്ട് 200 ചില്ലാൻ കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു. അപ്പോൾ അത്യാവശ്യം കവർ ചെയ്തു. നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു ദിവസത്തിൽ 600 കിലോമീറ്റർ ആണ്. ഇതേപോലത്തെ ഒരുപാട് പ്രശ്നങ്ങളാണ് റോഡിൽ. എനി ടൈം വിലങ്ങിടും ബൈക്കാർ. ഇതാണോ മധ്യപ്രദേശ്. അതേമാതിരി ട്രാക്ടറുകൾ, പശുക്കള്, ഇങ്ങനെയൊക്കെ ഡേഞ്ചർ സംഭവങ്ങൾ ഹൈവേയിൽ ഉണ്ടാവും.
നമ്മൾ നല്ല പോക്ക് പോകുമ്പോഴേക്കാണ് ഇവർ പെട്ടെന്ന് മുന്നിലേക്ക് ആടാം. അപ്പം അത് മാത്രമേ ഒരു പ്രശ്നമായിട്ടുള്ളൂ. ചെറുതായിട്ട് ലൊക്കേഷൻ ഒന്ന് പാളി കേസ്, ചെറിയൊരു എക്സിറ്റ് പാളിയതാണ്. ഏകദേശം ഒരു 10-25 കിലോമീറ്റർ നമ്മൾ എക്സ്ട്രാ ഓടേണ്ടി വന്നു. ഇപ്പോൾ അതാ കറക്റ്റ് റൂട്ടിലേക്ക് വീണ്ടും കയറി. ഇപ്പോൾ നമ്മളൊരു സർവീസ് റോഡിന് കയറി വീണ്ടും ഹൈവേയിൽ കയറാൻ പോവാണ്. ഇതുണ്ടോ, ഏതോ ഗ്രാമപ്രദേശമാണ്. ഫുള്ള് ചെറിയ ചെറിയ പെട്ടിക്കടകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യണ്. എവിടെ നോക്കിയാലും ഇവരെക്കാരോ റോട്ടിലെ രാജാക്കന്മാർ. പക്ഷെ നമ്മൾ കെയർ ചെയ്യാം. മെയിൻ ഹൈവേയിലൊക്കെ അടിച്ചു മിന്നിച്ചു പോകുമ്പോൾ കാണാം ഇവർ റോട്ടിൽ ഇങ്ങനെ കടക്കണം, അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് ഇങ്ങനെ വരുന്നത്. നല്ലോണം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മളും ആക്സിഡന്റ് ആയി വണ്ടി മറിയാനും. നമ്മൾ ലൊക്കേഷനൊക്കെ ക്ലിയർ ആയി വീണ്ടും ഹൈവേയിൽ കയറി. ഇനി 83 കിലോമീറ്റർ ഇതേ റോഡ് നമുക്ക് വെച്ച് പിടിച്ചാൽ മതി. ആ പോണ് ഡേഞ്ചർ സാധനം, അതിനൊന്ന് കവർ ചെയ്യണം. അതിന് കല്ലെങ്ങാനും ചാടിയാണല്ലോ. ആ ലോറിയിൽ ഫുള്ള് കല്ലാണ്. ഗ്ലാസ് മുക്ക് വന്നാൽ പെരുമ്പരവേക്കരം കേട്ടോ. ഫുള്ള് കല്ലാണ് കേട്ടോ. കഴിച്ചില്ലേ തെറിച്ച ഒരു മണിക്കല്ല് ചാടിയാൽ മതി. പെരും ഫോഴ്സിലാണ് ആ സാധനം വരിക. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രൂസ് കൺട്രോളിലാണ്. ഏകദേശം ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ ആയിട്ട് ഞാൻ ഈ കണ്ടീഷനിലാണ് ഓടിക്കുന്നത്. ആക്സിലേറ്ററോ കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കണ്ട. നമ്മൾ 2 കാലും ഫ്രീ ആണ്. ഇതാണ്ടോ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഒരു 110 കിലോമീറ്ററിൽ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഈ റോഡിൻ്റെ ലുക്ക് ഉണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഈ ലുക്കിൽ നമുക്ക് ഇങ്ങനെ ഓടിച്ച് അടിപൊളിയായിട്ട് പോവാം. നമ്മൾ കൺട്രോൾ ചെയ്താൽ മാത്രം മതി, സ്റ്റിയറിങ് കൺട്രോൾ ചെയ്താൽ മാത്രം മതി. വണ്ടി നമ്മൾ ആക്സിലേറ്റർ കൊടുക്കണ്ട. ഇതാണ്ടോ ഇത്രയും നല്ല റോഡാണ്, അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഓടിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ലോങ് നിൽക്കാതെ പോകുമ്പോഴേ നമുക്ക് കാല് കടച്ചിലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു 5-10 മിനിറ്റ് ഒക്കെ നമുക്ക് സുഖമായിട്ട് റെസ്റ്റ് എടുക്കാം. മധ്യപ്രദേശിലൂടെ ഇങ്ങനെ പോയി ഒരു പെട്രോൾ പമ്പിൽ സൈഡാക്കി കേട്ടോ, ഒന്ന് വാഷ്റൂം പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇവിടെ ഒരാൾ വന്നിട്ട്, ഇത് നമ്മളെ നാട്ടിലൊക്കെ പമ്പിലൊക്കെ കാണുന്നത് തന്നെയാണ്. നമ്മൾ ഹെഡ്ലൈറ്റ് കമ്പനി വന്ന ഒറിജിനൽ ഹെഡ്ലൈറ്റാണ് പ്രാഡോൻ്റെ. അപ്പോൾ അത് മാറ്റണം എന്ന് കരുതി നിൽക്കുകയാണ്. കാരണം വണ്ടി ഫുള്ള് നമ്മൾ പോളിഷിങ്ങും കാര്യം, ഹെഡ്ലൈറ്റ് മാത്രം ചെറിയൊരു മങ്ങലുണ്ട്. അപ്പോൾ ഇവർ പറയേണ്ടത് ക്ലീൻ ആക്കി തരാം. നോക്കല്ലെന്നാ റെഡി. അതായത് ഇപ്പോൾ ഡെമോക്ക് പൈസ വേണ്ട, ഇത് ക്ലീൻ ആയി കഴിഞ്ഞാൽ സാധനം പ്രൊഡക്റ്റ് അവിടെ ഉണ്ടോ നമ്മൾ വാങ്ങിയാൽ മതി എന്നാണ് അറിയണത്. എന്തായാലും നോക്കുക. പൂരാ റെഡി കരോ. അങ്ങനെ നമ്മൾ ടിപ്പുക്കുട്ടന്റെ ഹെഡ്ലൈറ്റ് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഒക്കെ പടം മങ്ങി പോവോ? आपका नाम क्या है? सर अर्जुन सावंत. अर्जुन सावंत? हाँ सर, महाराष्ट्र? इधर कुंभ मेले में गया था. मैयर है, माता रानी का दर्शन है, कर सकते हो आप. हाँ MP. हाँ नेक्स्ट यूपी. ഇതാണ് ഹെഡ്ലൈറ്റ് ഫുള്ളേ. സംഭവം കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ല നിറവും കാര്യങ്ങളും ഉപയോഗിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ ഈ മങ്ങലുണ്ടോ, മങ്ങൽ ചെറിയൊരു ഒരു വണ്ടി ലോങ് വ്യൂ നോക്കുമ്പോൾ ഹെഡ്ലൈറ്റും പാടെ പുതിയത് വന്നു കഴിഞ്ഞാൽ സമയം അത് എന്തായാലും പോയി വന്നിട്ട് മാറ്റാനുള്ള പരിപാടിയില്ല, പുതിയത് മാറ്റാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കമ്പനി സാധനങ്ങൾ തന്നെ ഒറിജിനൽ തന്നെ കിട്ടണം എന്ന് എഴുതി നിന്നതാ. ഇതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഇത് കമ്പനി സാധനം തന്നെ മാറ്റം എഴുതി വെയിറ്റ് ചെയ്താണ്. ഏതായാലും ഓലൊരു പരീക്ഷണം നടത്തട്ടെ, എങ്ങനെ ഉണ്ട് നോക്കാമല്ലോ നമുക്ക്. നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വെയിലാണ്, നല്ല വെയിൽ, പക്ഷെ നല്ല വൃത്തിയുള്ള പമ്പാട്ടോ. അപ്പോൾ നമ്മുടെ വാഷ്റൂമിൽ പോയി, വാഷ്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെ ഉണ്ട്. നമുക്ക് നല്ല സഹകരണം സപ്പോർട്ടൊക്കെ ഉണ്ട് ഇവിടെ പമ്പിൽ, എല്ലാ സൗകര്യവും ഉണ്ട്. ആ തിളക്കം വന്നു, പക്ഷെ മഞ്ഞപ്പ് പോയിട്ടില്ല. ബസ് സംഭവം മാറ്റുണ്ട്. ഇനിയിപ്പോ ഇപ്പത്തെ മാറ്റാണോ ഇനി? അതടി. ഓ ക്ലിയർ. ഇപ്പൊ അടുത്ത് റെഡി ആക്കുന്നുണ്ട്, ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന സംഭവമാണ് പറഞ്ഞിട്ട്. ഇത് ക്ലീൻ ആയിക്കണു, പക്ഷെ വലിയ ക്ലിയർ ഒന്നും പോരാ. നമുക്ക് വാങ്ങാനുള്ള ഒരു സെറ്റപ്പ് ഒന്നുമില്ല, പക്ഷെ എന്തായാലും നമുക്ക് ലോങ് യാത്ര പോണല്ലേ, ഇതും പാടെ ഒന്ന് ക്ലിയർ ചെയ്യിപ്പിക്കാം. नो आपका सर उतना नहीं होगा. रेडी ओ वाला आपका है नहीं. एक पैकेट ले लो सर, एक पैकेट. ഹാപ്പി. അത് സംഭവം ഓനൊരു 500 റുപ്യാണ് കൊടുത്തു. സംഭവം ഇതിന് 1000 ചില്ലാ റുപ്യ വില ഉണ്ട്. ഇതുണ്ടോ, 1499 റുപ്യ വില ഉണ്ട്.
അത്ര ഒന്നുമില്ല, ബാർഗൻ ചെയ്ത ചിലപ്പോൾ ആ പൈസക്ക് കിട്ടും. പക്ഷെ ഇവനെ കൊണ്ട് ഞാൻ കുറെ പണിയെടുപ്പിച്ചു. കാരണം എൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യം വന്നു ഒരു വിസ പർപ്പസിന് വേണ്ടിയിട്ടേ. അപ്പോൾ മൂപ്പര് കുറേ എനിക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു തന്ന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ പിന്നെ ഒരു 500 റുപ്യ മൂപ്പർക്ക് കൊടുക്കാമെന്ന് കരുതി. ഹാപ്പി ആയിട്ടിരിക്കട്ടെ. തിരൂര് അങ്ങനെ നമ്മളൊരു നജീബ്രോ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് വ്ളോഗിലാ. ഓ അടിപൊളി പൊളിച്ചു, നല്ലൊരു അനുഭവം. ആ ഞാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ റിലാക്സ് ചെയ്തിട്ട് നല്ല ഉറക്കമൊക്കെ ഉറങ്ങിയിട്ടാ പോരുന്നത്. നമുക്കൊരു പോരണം ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ. സമയമായിട്ടുണ്ട്. നമ്മൾ നജീബ്രോ നമ്മുടെ വിശേഷം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ അങ്ങനെ ക്ലീനിങ് രണ്ടാമത്തെ ഹെഡ്ലൈറ്റും കഴിയാറായി. അപ്പൊ നമുക്ക് വണ്ടിയിൽ കയറാം, കാരണം മൂപ്പര വർക്ക് കഴിഞ്ഞു. എന്താണോ വണ്ടി നമ്മൾ പുറത്തിറങ്ങുമ്പോഴും ഞാൻ ആരെന്തുണ്ടെങ്കിലും വണ്ടി ലോക്കാക്കിടും. ഇതാണ്ടോ ചാവി നമ്മളെ പോക്കല്ലേ കാരണം നമ്മളെ അനുവാദമില്ലാതെ ആരും ഡോറ് തുറക്കരുത്. എന്തമാതിരി ആളുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് നമ്മളെപ്പോഴും സേഫായിരിക്കണം. പക്ഷേ ഇതുവരെ നമുക്ക് മുന്നിൽ വന്ന ആളുകളൊക്കെ നല്ല അടിപൊളി മനുഷ്യന്മാർ. നമുക്ക് ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നല്ല വെയിലാട്ടോ പാവം. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് അത്ര സാലറി ഇല്ല, വിത്ത് കമ്മീഷനാണ്. അവസാനം പ്രൊഡക്റ്റ് വിൽക്കുന്നതിനനുസരിച്ച് കമ്മീഷനാണ്. അപ്പോൾ ഇന്ന് അയാൾ വളരെ ഹാപ്പിയാണ്. കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് എവിടേക്കും പോവാത്ത ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യണു, ഒറ്റയ്ക്ക് യാത്ര ചെയ്യണു, ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കണു, ഒറ്റയ്ക്ക് ഉറങ്ങണു, അതും വണ്ടിയിൽ തന്നെ ഉറങ്ങണു. ഒരു പ്രത്യേക അനുഭവം കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ പറയും നമ്മുടെ നാട്ടിൽ നല്ല റോഡുകളില്ല. സത്യത്തിൽ ഈ റൂട്ടിലൊന്ന് പോകാൻ നോക്കണം. അടിപൊളി റോഡ്. എൻ്റെ മക്കളെ ഹൈദരാബാദ് റോഡ് ഇപ്പോൾ ഞാൻ ഈ പോകുന്ന ഇത്രയും കിലോമീറ്റർ ഓടിയിൽ ഏറ്റവും ടോപ്പ് റോഡും ഏറ്റവും നല്ല റോഡുകൾ കണ്ടത് ഹൈദരാബാദാണ്. ഹൈദരാബാദ് എക്സ്പ്രസ് ഹൈവേയിൽ കയറിയിട്ട് കിട്ടില്ല റോഡ്. നമ്മളെ അത് കണ്ട റോഡ് ഞാൻ വേറെ കണ്ടിട്ടുള്ളത് ദുബായിലാണ്. അത്രത്തോളം സെറ്റപ്പിൽ നമ്മൾ ദുബായിലൊക്കെ കാണുന്ന പോലെ തന്നെ അതേപോലത്തെ റോഡുകൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ഇന്ത്യ രാജ്യത്തും ഉണ്ട്. പശുക്കൾ മുന്നിൽ കയറും, അതേപോലെ ചിലപ്പോൾ ട്രാക്ടർ ഓപ്പോസിറ്റ് വരും. അത് നമ്മളെ നാട്ടുകാരുണ്ടാക്കുന്ന ചൊറകളുള്ളൂ, അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഈ നാട്ടിലെ ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുള്ളൂ, അല്ലാത്ത റോഡിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഈ ബാക്ക് ക്യാമറയിലൊന്ന് കാണിക്കട്ടോ. അടിപൊളി റോഡുകളാണ്. അതായത് ഇത് കണ്ടങ്ങള് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സൈഡേ കാണാറുണ്ടാവും കേട്ടോ. ഞാൻ ക്യാമറ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് ഒക്കെ ഗ്ലാസ്സിൽ ഫിറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെതായ ക്ലാരിറ്റി കമ്മിയോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കും. തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വീഡിയോ എടുക്കാനുള്ളൊരു ധ്വനി നമുക്ക് വന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡ്രഗ്സിനെതിരെ, അതായത് ചെറിയ രീതിയിൽ നമ്മളാൽ പറ്റുന്ന രീതിയിൽ അതിനെതിരെ സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വ്ലോഗിൽ ഉൾപ്പെടുത്താനോ ഒരാൾക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ മനസ്സിലാക്കട്ടെ. ഇപ്പൊ ഏകദേശം 3 രാത്രി കഴിഞ്ഞു. വെള്ളിയാഴ്ച പോന്നു, വെള്ളിയാഴ്ച രാത്രി, ശനിയാഴ്ച രാത്രി, ഞായറാഴ്ച രാത്രി കഴിഞ്ഞ് തിങ്കളാഴ്ച ഏകദേശം ഇപ്പൊ നിങ്ങൾ വീഡിയോ ഇപ്പൊ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് 12 മണിക്ക്. അതേപോലെ തന്നെ നമുക്കൊരു ആവശ്യമുണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു പാഷൻ ഉണ്ട്, നമുക്കത് ചെയ്യാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മെനക്കെട്ടാല് നടക്കാത്തതായിട്ട് ഒന്നുമില്ല. കാരണം നമ്മളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം 1850 കിലോമീറ്ററായി. അപ്പൊ അങ്ങനെ ഈ ഒറ്റയ്ക്കുള്ള യാത്രയിലേ ഒരു അടിപൊളി സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു കിക്ക്, ചെറിയൊരു ലഹരി ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതോ ഒരു റീല് നമ്മൾ കാണലുണ്ട്, എൻ്റെ മക്കളെ ഇതിലൊന്നല്ല ലഹരി, അല്ലെങ്കിൽ മദ്യത്തിലും ഡ്രഗ്സിലൊന്നല്ല ലഹരി. നമ്മളിതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിങ്ങനെ ഓടിച്ചിട്ട് ഇതേപോലത്തെ ഹൈവേയിലൂടെ, വിജനമായ ഹൈവേയിലൂടെ സ്റ്റിയറിംഗിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഒരു 100-120 ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ലഹരി ഉപയോഗിക്കണ നേരം അല്ലെങ്കിൽ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കണ നേരത്ത് നിങ്ങൾ ഇതേപോലത്തെ വല്ല ആനന്ദം കണ്ടെത്തി വെക്കും. യാത്രകൾ പോവുക, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ഇതേപോലെ യാത്രകൾ പോകുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവം കിട്ടും. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടല്ലോ വേറെ ഒന്നിനും നമുക്ക് നേരം ഉണ്ടാവില്ല. നമുക്ക് വണ്ടി ഓടിക്കണം, നമുക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കണം, നമുക്ക് വരുന്ന ഫോണുകൾ, കാര്യങ്ങൾ, ഇന്ന് നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ ഫോണിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലും ലഹരി നമുക്ക് കണ്ടെത്താൻ പറ്റും. അല്ല ഡ്രഗ്സ്, കള്ള്, മദ്യം, കഞ്ചാവ് എന്തൊക്കെ സാധനം വെച്ചാൽ അതിൽ മാത്രമൊന്നല്ല ലഹരി. അതായത് എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ രാത്രിയൊക്കെ ഉറക്കം വെച്ചൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, റെഡ് ബുള്ള് കുടിക്കും. അത് എപ്പോഴും ഇല്ല കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ ഭയങ്കര ടയേർഡായി ഉറക്കം വരികയാണെന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റെഡ് ബുള്ള് കുടിച്ചിരുന്നു. ഞാൻ എൻ്റെ ഈ യാത്രയിൽ എന്ത് ചെയ്ത് റെഡ് ബുള്ള് തൊട്ടിട്ടേ ഇല്ല. അതായത് അത്തരം പെപ്സി, 7up, റെഡ് ബുള്ള്, ഒരു ജ്യൂസ്, ഒരു പുറത്തുനിന്നില്ല ഒരു ഫുഡും വണ്ടിയിലില്ല. ഫ്രൂട്ട്സ് വാങ്ങുക, വണ്ടിയിലില്ല, അരി ഭക്ഷണം ഉണ്ടാക്കുക,
ഇത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. കാരണം വേറെ ഒന്നും നമ്മൾ റെഡ് ബുൾ കുടിച്ചോ പെപ്സി കുടിച്ചോ അല്ലെങ്കിൽ സാനപ്പ് കുടിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുടിച്ചിട്ട് നമുക്കൊരു എനർജി ഉണ്ടാക്കിയിട്ട് ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നാട്ടിലെത്തുമ്പോൾ നമ്മളെ മനസ്സുണ്ടാവും, അന്ന് ക്ഷീണം വന്നപ്പോൾ റെഡ് ബുള്ള് കുടിച്ചുകൊണ്ടാണ് എനിക്ക് ഓടാൻ പറ്റിയെന്ന് എഴുതിയിട്ട് ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് എന്ത് ചെയ്യണ്ട, റെഡ് ബുള്ളിന് പോലും ഞാൻ കൊടുക്കണില്ല. അത് നമ്മളെ എനർജിയിൽ, നമ്മളെ കോൺഫിഡൻറ്റിൽ നമ്മൾ നേടിയ കാര്യമായിരിക്കണം. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും ഈ റെഡ് ബുള്ളാണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ ലഹരികളാണ്. അതിനൊക്കെ ആളുകൾ അഡിക്റ്റായി പോകും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ലഹരിയും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഏറ്റവും കുറഞ്ഞത് സ്മോക്കിംഗ് പോലും ചെയ്യുന്നില്ല. എൻ്റെ ചുണ്ട് കണ്ട് പലരും ചോദിക്കലുണ്ട്, നല്ല സ്മോക്കിംഗ് ആണല്ലേ. പക്ഷെ അത് ജന്മനാ കിട്ടിയ ചുണ്ടാണ്, ബ്ലാക്ക് കളറ്. അല്ലാതെ ഞാനൊരു സ്മോക്കോ കാര്യങ്ങളൊന്നും ചെയ്യലില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവരും ഡ്രഗ്സിനെതിരെ പോരാടുക, നമ്മുടെ മക്കളെ സംരക്ഷിക്കുക, നമ്മുടെ സമൂഹത്തിനെ സംരക്ഷിക്കുക. ഈ ഡ്രഗ്സ് ഉപയോഗിക്കണം അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കണം എല്ലാവരും നിങ്ങൾ എടുത്തു നോക്കിക്കോളി. ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാതെ താൽക്കാലിക സുഖത്തിന് വേണ്ടി മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച ആരും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. അതാണ് നമ്മൾ നേരെ ബാക്കിൽ എഴുതിയിട്ടുള്ളത്, വിന്നേഴ്സ്, അതായത് വിജയികളാരും ഡ്രഗ്സ് ഉപയോഗിക്കൂല എന്ന് നമ്മളവിടെ ബാക്കിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ വന്ന് പോണ റൂട്ടുകളാണ് നിങ്ങൾ ഏതോ ഗ്രാമപ്രദേശമാണ്, ഒഴിഞ്ഞ പ്രദേശങ്ങള്. സംഭവം ലൊക്കേഷൻ അതിലൊക്കെ തിരിച്ചു വിട്ടു. ഇപ്പൊ ഏതോ ഉൾനാട്ടിലെത്തി നമ്മള്. സംഭവം ലൊക്കേഷനൊക്കെ കാണിക്കണേ ക്ലിയറിൽ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ റൂട്ടിന് ഡൽഹിക്ക് പോകുമ്പോ എൻ്റെ ഒരു പ്രതീക്ഷ അല്ല. അപ്പൊ നമുക്ക് ഏതായാലും ഒന്ന് പോയി നോക്കാം. ഏതോ ഒരു ഗ്രാമത്തേക്കാണ് കയറി പോണത്. ഇവിടെ ആടിനൊക്കെ വളർത്തണുണ്ടോ, ഒറ്റ റോഡും. ഇതിലിനിയിപ്പോ എവിടുക്കാണ് ഈ പോണെന്ന് ഉറപ്പേ. അപ്പൊ നമുക്ക് ഇങ്ങനെ പോയി നോക്കാം, എന്താ സംഭവം നോക്കാലോ. കുട്ടികളൊക്കെ ഫുള്ള് റോട്ട് കൂടി ഉണ്ട്. ഇനി 1.3 കിലോമീറ്റർ പോയിട്ടാണ് നമുക്ക് തിരിയാന്. ഇതിലെ റോഡേ ഇതേതോ ഗ്രാമാട്ടോ. കൊയൽക്കിണർന്ന് വെള്ളം അടിക്കണുണ്ടോ, കൊയൽക്കിണർ. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഗ്രാമപ്രദേശത്തേക്ക് കയറി. വണ്ടികളോ ലോറികളോ കാറുകളോ ഒന്നുമില്ല, വെറും ബൈക്കുകൾ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണോ ചെറിയ വീടുകൾ. എന്ത് സാധനം ഓടന്നെയാണ് അല്ലേ. റോഡും വളരെ മോശം. എങ്ങനെ എവിടെയോ ഒന്ന് ലൊക്കേഷൻ പാളി കേസ്. എവിടെ പാളിയത് നേരെ പിടുത്തമല്ല. ഇതുണ്ടോ ചെറിയ ഗ്രാമപ്രദേശത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല അടിപൊളി ഭംഗിയുണ്ട് കേട്ടോ കാണാന്. റോഡ് വളരെ മോശമാണ്. മധ്യപ്രദേശിലൂടെ ലൊക്കേഷൻ തെറ്റി ഒരു കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സംഭവം ഇതൊരു പുഴയാണ്, ഉണങ്ങി കിടക്കണ പുഴയാണ്. അതിന്റെ സെന്ററിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. റോഡ് വളരെ മോശാട്ടോ. ഇതേതോ നാട് എന്നൊരു പിടുത്തമല്ല. പക്ഷെ ഫുള്ള് വേസ്റ്റാ പുഴയിലൊക്കെ. ഒരു പാലം കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. 700 മീറ്റർ കണ്ടോ. റോഡ് വളരെ മോശം. പക്ഷെ നമ്മളെ വണ്ടി ഇതായതുകൊണ്ട് ഇനിയിപ്പോ ഏത് കാട്ടുകൂടി നമുക്ക് കയറി പോവാം. ഇത് ശരിക്കും പക്ക ഓഫ് റോഡ് തന്നെയാണ്. അയ്യോ ധാരിട്ട് റോഡായിരുന്നു, പക്ഷെ പൊളിഞ്ഞ് ഇതായി നാശമായി കിടക്കുകയാണ്. അങ്ങനെ നമ്മള് ഗൈസ് ഇപ്പോഴും ഹൈവേക്ക് എത്തിയില്ല. റോഡ് കണ്ടെങ്കിൽ വളരെ മോശം. ചാടി ഇതുവരെ 100-120 പോകുന്നതിന് വണ്ടി ഇപ്പൊ നമ്മൾ പോണത് ഒരു 10-20 സ്പീഡിന്റെ ഉള്ളിലായിട്ടാണ് വലിയ പോണത്. ചാടി 10 തന്നെ വരാം, 20ക്കൊന്നും എത്തിയിട്ടില്ല. വെല്ല ചവിട്ടി ഇറക്കിയാ പോണത്. ബൈക്കാർ നല്ല പോക്കുണ്ട്. നല്ല വെയിലാട്ടോ, നല്ല ചൂടാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഇത് എന്ത് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ ആരും ഡൽഹിക്ക് പോയില്ലല്ലോ. അതുകൊണ്ട് ലൊക്കേഷൻ തെറ്റിയോണ്ടേ അതൊരു പോസിറ്റീവ് എനർജി ആയി. കാരണം ഇവിടുത്തെ ഗ്രാമപ്രദേശമൊക്കെ ഒന്ന് കാണാനായല്ലോ. ഉൾറോഡുകൾ എങ്ങനെ, ഉൾനാടുകൾ എങ്ങനെയെന്നൊക്കെ അറിയാനായി. കാരണം നമ്മൾ ഇവിടുത്തെ റോഡുകളൊക്കെ പുകയത്തുമ്പോഴും ഹൈവേകളാണ് അടിപൊളി. ഉള്ളിലേക്ക് കയറിയ ഇതാണ് അവസ്ഥ. അതിപ്പോൾ നമുക്ക് മനസ്സിലാവാനായല്ലോ. ഈ ഹൈവേക്ക് കൊണ്ടുപോയി ചാടിച്ചാല പരിപാടി തന്നെയാണ്. നോക്കട്ടെ, ഒറ്റ റോഡാട്ടോ. ബ്ലോക്കായാൽ പെട്ടു. ഓട്ടോറിക്ഷ പോട്ടെ. ഇത് പിന്നെ ബൈക്കുകൾക്കൊന്നേ അധിക വണ്ടികൾക്കൊന്നും നമ്പർ പ്ലേറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല തോന്നുന്നുണ്ട്. ആ താറിനൊന്നും നമ്പർ പ്ലേറ്റ് ഇല്ല. ചെറിയ പടലൊന്നല്ല വിട്ടിട്ടുണ്ട്, നല്ല പടല.
ഒറ്റ റോഡ് ലൊക്കേഷൻ പെടുത്തുണ്ട് ഗൈസ്. നേരെ പോയോട്ടെ. ഇവിടെ ലെഫ്റ്റ് ഉണ്ട്. ഇനി നമ്മൾ റൈറ്റ് എടുക്കണം. ആൾക്കാർ നമ്മളെ വണ്ടിമൊക്കെ നല്ല തുറപ്പിച്ച് നോക്കുന്നുണ്ട്. വെറുതെ ഓണടിച്ചാണ്, ആവശ്യമൊന്നുമില്ല, വെറുതെ ഓണടിച്ച് പോവാ. നമ്മൾ ഏകദേശം ഹൈവേയിൽ കയറാനായി. ഇത് ഫുള്ള് ടൗണാ, ഫുള്ള് തിരക്ക്, നല്ല ബ്ലോക്കും, ആളുകൾ വെറുതെ ഓണടിച്ചുകൊണ്ടിരിക്കണേ. ഇനി നമുക്ക് റൈറ്റ് കയറണം. 40 കിലോമീറ്റർ സ്ട്രൈറ്റ്. അപ്പോൾ ഇനി 40 കിലോമീറ്ററിൽ തന്നെ ഓടാം. ഇത് സിംഗിൾ റോഡ് തന്നെയാണ്, ഹൈവേ ഒന്നല്ല. അപ്പോൾ ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ പെട്ടിക്കടകളാണ് സൈഡിൽ കാണാനുള്ളത്. അതൊന്ന് ലൊക്കേഷൻ പാളിയതുകൊണ്ട് എന്തായിരുന്നു, നമുക്ക് മധ്യപ്രദേശിൻ്റെ ഉൾഗ്രാമങ്ങൾ കാണാൻ പറ്റി. നല്ല ഉള്ളിൽ കൂടിയും പോയി, നമ്മൾ ഓഫ് റോഡും പോയി, അതേപോലെ സാധാ റോഡിനും പോയി, ഒക്കെ ഒന്ന് കാണാൻ പറ്റിയതാണ്. ഒരു ട്രാക്ടർ പോണ്. ഇതിലെന്താ സിമെൻറ്റ്, അവിടെ സിമെൻറ്റ് കൊണ്ടുപോകണോ കട്ട കൊണ്ടുപോകണോ ഒക്കെ ട്രാക്ടറുകളാണ്. പിന്നെ ബൈക്കുകൾ ഇവിടെ ഒരുപാടുണ്ട്. ആർക്കും ഹെൽമെറ്റോ കാര്യങ്ങളൊന്നുമില്ല. ചില വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് തന്നെ അല്ല. ഈ ബസ്സിന് എന്തോ കംപ്ലൈൻറ്റ് പറ്റി, ആള് റോട്ടിൽ സ്റ്റക്കാണ്. ജനങ്ങളൊക്കെ പാവപ്പെട്ട ജനങ്ങളാട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ ഗ്രാമപ്രദേശത്തൊക്കെ കയറുമ്പോഴേ ഇവിടുത്തെ മൊത്തത്തിലെ സിറ്റുവേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കടകളാണെങ്കിലും വീടുകളാണെങ്കിലും അവരുപയോഗിക്കുന്ന വാഹനങ്ങളാണെങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ. പക്ഷേ ഇവിടെ വൻ ടീമുകളുണ്ട്. അത് വേറെ ഉണ്ട്. അവിടെ എന്തോ ഒരു ഫ്രൂട്ട്സ് കച്ചവടം എന്തോ ഉണ്ട്. നമുക്ക് പറ്റാവുന്ന സാധനമാണെങ്കിൽ ഒന്ന് വാങ്ങണം. നോമ്പ് തുറക്കുമ്പോഴത്തേന് ഇന്ന് ഫ്രൂട്ട്സ് കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി വണ്ടിയിൽ വെക്കണം. അങ്ങനെ നമ്മൾ ഒരു ടൗണിലാണ് ഇപ്പോൾ ഉള്ളത്. ടൗൺ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാമം, അങ്ങാടി ഉണ്ടാവൂലേ, അങ്ങാടി എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഒരു ഫ്രൂട്ട്സിൻ്റെ കട കാണാനല്ല, നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാണ്ട്. പച്ചക്കറി കട കാര്യങ്ങളൊക്കെ കണ്ടു, ഫ്രൂട്ട്സിൻ്റെ കട കാണാനല്ല. ഞാൻ നമുക്ക് ഇനി അടുത്ത ബൈക്ക് ഇപ്പോൾ ആ പശുവിനെ കുത്താതെ കഴിച്ചില്ലായി. കണ്ടോ, ബൈക്ക് അവിടെ സ്റ്റക്കായി, ഓഫായി. ഫുള്ള് പശുക്കളാണ്. ഞാൻ ഒരു സ്റ്റാർട്ട് ചെയ്ത് പോട്ടെ. ഇതുണ്ടോ, ഇത് ഇവർ നേരെ റോഡ് ക്രോസ് ചെയ്യും, റോട്ടിൽ കടക്കും. അതൊക്കെയാണ് പ്രശ്നം. ഈ ജാതി വരവേക്കാറ് ലോറി വണ്ടിക്കാരൊക്കെ ആക്സിഡൻ്റ് ആയി കിടക്കണമെന്ന് കാണും കേട്ടോ. ആക്സിഡൻ്റ് ആയാലും അവരവിടെ കിടക്കുക എന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഇപ്പം നമ്മൾ പോകുന്ന ഇപ്പം ഏകദേശം നമ്മൾ തൊപ്പക്കാട് വരത്തെ ബന്ദിപ്പൂർ കാട് പോലത്തെ കാടായി. രണ്ട് സൈഡും ഫുള്ള് കാട്, വിജനമായ സ്ഥലങ്ങൾ. അങ്ങനെ നമ്മൾ 1928 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തു നാട്ടിൽ നിന്ന് വിട്ടിട്ട്. കണ്ടോ, 1928 കിലോമീറ്റർ ആയി. ഇനി 4:30 മണിയാകുമ്പോൾ നമുക്ക് സൈഡാക്കണം. സൈഡാക്കി നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യുക, ഫുഡ് ഉണ്ടാക്കുക, നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം. അതൊക്കെയാണ് ഇങ്ങനത്തെ പരിപാടികൾ. ഏകദേശം 2:40 ഇനി ഒരു 1.5-2 മണിക്കൂർ മാടെ റൺ ചെയ്യാം. രണ്ട് സൈഡും കാടാട്ടോ, ഫുള്ള് കാട്. ഈ സൈഡിൽ മുളക് കൂട്ടങ്ങളാണ്, ഫുള്ള് മുളക് കൂട്ടങ്ങളാണ് ഈ കാട് ഫുള്ള്. ആ മേലെ ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ ഏക്കർ കണക്കിന് ഈ മുളക് കൂട്ടം ഇങ്ങനെ കാണാം. നല്ല രസമാണ്. ഇതാണ്ടോ, ചെറിയൊരു പാളല് ലൊക്കേഷൻ. പക്ഷെ അതിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലൊക്കേഷൻ കറക്റ്റ് കാണിക്കുന്നുണ്ട്, വേറെ റൂട്ട് മാറിപ്പോയി. നല്ല ഹൈവേ മാറിയിട്ട് ഇപ്പോൾ ഉൾനാട്ടിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ഞങ്ങൾ ഒഴിഞ്ഞ മലകളാണ് കാണുന്നത്. അതിൻ്റെ നടുവ് കൂടി ഒരു റോഡ് അടിയിറക്കുന്നതാണ്. കണ്ടോ, ഒരാളെന്തൊക്കെയോ അടിച്ചു തൂഫാനാക്കി ശരിയാക്കുന്നുണ്ട്. കേട്ടോ, എന്തൊക്കെ കാട്ടുണ്ട്. ഇനി തമാശക്കാണോ കാര്യത്തിലാണോ ആവും. ഇവിടുന്നൊക്കെ എന്തെങ്കിലും ടയർ പഞ്ചറോ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാലാണ് സ്ലിപ്പാവുക. ഇങ്ങനത്തൊക്കെ നാട്ടിൽ വന്നാലേ അവിടെ കുറേ ലോറികൾ നിർത്തിയിരുന്നു. ലോറി നിർത്തിയാൽ അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണലുണ്ട്. ധാബകൾ. അതാ യെസ്, ഇതാകും ധാബ. ഇതാണ് ഇവിടുത്തെ ധാബ. ഇതാണ്ടോ. അപ്പോൾ ലോറിക്കാർ ഫുള്ള് ഇവിടെ സൈഡാക്കിയിട്ട് ഫുഡ് കഴിക്കാണ്. എത്രയോ കിലോമീറ്റർ കണക്കിന് ഓടി വരുന്ന വണ്ടികളാണ് ഈ കിടക്കണത് ഫുള്ള്. അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഇതേപോലെ ധാബൻ്റെ അവിടെ സൈഡാക്കണം. ഇതാണ്ടോ, ഫുള്ള് ലോറിക്കാരാട്ടോ. ചെറിയൊരു കുട്ടിയുണ്ടോ വില കുറിച്ചത്. ചെറിയൊരു കുട്ടി സ്കൂളിൽ പോയി വരുന്നുണ്ട്. എന്താ കടകള്, ചെറിയ കടകളാണ് ഉള്ളത്. ഒക്കെ ഇതേപോലെ ഈ ഷീറ്റ് മേഞ്ഞ കടകൾ, വീടുകളൊക്കെയാണ് ഈ ഏരിയയിലൂടെ കാണാൻ പറ്റുന്നത്. അപ്പം ഇനി അത് കഴിഞ്ഞു. ഇനി ചിലപ്പോൾ ഒരു 10-20 കിലോമീറ്റർ പോയിട്ടേ ഇനി കടകളുണ്ടാവുള്ളൂ. ഇതാണ്ടോ, ഈ സൈഡിലുണ്ട്. ഇതാണ്ടോ, നേരെ മുന്നിൽ കാണുന്ന മല കണ്ടോ, മല ഒഴിഞ്ഞ് ഉണങ്ങി കിടക്കുന്നുണ്ട് മലകൾ. ഇതാണ്ടോ, ഉണങ്ങി കിടക്കുന്ന മലകൾ.
അയ്യോ ഒരു കാറ് കൊണ്ടിട്ട് ഇതാണ്ടോ ഒരു കാറ് ആക്സിഡന്റ് ആയി കിടക്കുന്നുണ്ട്. ഇപ്പൊ കൊറേ ചെറിയ കടകൾ കണ്ടില്ലൊന്നും ഫ്രൂട്ട്സുകളില്ല. ഫ്രൂട്ട്സ് നമുക്ക് കിട്ടല് നിർബന്ധമാണ്, അല്ലെങ്കിൽ നോമ്പ് തുറക്കുമ്പോൾ പണിയാവും. പിന്നെ ചോറ് ഉണ്ടാക്കണം, കൂട്ടാൻ ഉണ്ടാക്കണം, പണി ഒരുപാടുണ്ട്. വേണ്ട ഒരു ഈച്ചക്കുഞ്ഞ് പോലും ഇല്ലാത്ത റോഡ്, നമ്മൾ മാത്രം, വേറൊരു മനുഷ്യല്ല. ഈ പട്ടാ പകല് പോലും ഇതിൽ മനുഷ്യല്ല. അപ്പൊ രാത്രിന്റെ അവസ്ഥ എന്തേക്കാരം? ഇതാണ് അത്രയും പോന്നിട്ടും ഒരു വണ്ടി പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇതൊക്കെ ഏതൊക്കെ ഗ്രാമപ്രദേശമാണ്. എവിടെ ഒരു ലൊക്കേഷൻ മാറിയതാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ഒരു ഫ്രൂട്ട്സ് എന്തെങ്കിലും കിട്ടുമോ? ഇവിടെ ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടല്ലോ. ഇവിടുത്തെ വീടുകൾ കണ്ടങ്ങള് ഈ ഓല മേഞ്ഞ വീടുകളാണ്, ചെറിയ വീടുകൾ. ഫുള്ള് കൊട്ട ജീപ്പിലും ടിപ്പറിലൊക്കെയാണ് ആൾക്കാർ സഞ്ചരിക്കുന്നത്. ഇവിടുത്തെ മുളകൾ ഇതേപോലെയാണ്, വലിയ ഹൈറ്റില്ല മുളയല്ല, ചെറിയ മുളക്കൂട്ടങ്ങളാണ്. അത് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മളെ ചെറിയൊരു ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെറിയൊരു ഫ്രൂട്ട്സ് കട കണ്ടിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഫ്രൂട്ട്സ് കട ഉണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെ ഇല്ലേ നോക്കട്ടെ. വണ്ടി സൈഡാക്കാം നമുക്ക്. ഇവിടെ വലിയ കടകളൊന്നുമില്ല, ഒക്കെ ചെറിയ ചെറിയ കടകളാണ്. ഫ്രൂട്ട്സ് കുറേ തിരഞ്ഞിട്ട് ഇപ്പോഴാണ് കണ്ടത്. ഇനി ഇവിടുന്ന് വാങ്ങിയില്ല ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. ചിലപ്പോൾ കിലോമീറ്റർ കണക്കിന് പോയാലും കിട്ടൂല. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ സ്വീപ്പാവും. ഇതാണ്ടോ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങാം. നമ്മൾ സൈഡാക്കിട്ടോ. അതാണ് ടൗണ്. നല്ല മുന്തിരി മുന്തിരി ഏ കിലോ 1 കിലോ നല്ല അടിപൊളി മുന്തിരി ഉണ്ട്. ആപ്പിള് മറ്റേ ചുങ്ങിക്കുന്നത് പറ്റൂല. ആപ്പിള് പറ്റൂല, ഉറുമാമ്പഴം പറ്റൂല. ബടാ ബടാ बड़ा कितना है एक किलो? 25 रुपए भी पाव है, आपको 90 रुपए के लगा दूं। अच्छा है, अच्छा है। हाँ, टेस्ट कर लो ना। ऑरेंज ये 60-70 रुपए हाफ के जी इसको। उसको വലിയ ഫാമിലി ആയിട്ടുള്ള ബിസിനസ്സാണ് തോന്നുന്നുണ്ട് കേട്ടോ. വേറെ ഇപ്പം എന്താ ഫ്രൂട്ട്സ് വേറെ ഒന്നുമില്ല. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകളുണ്ട്, അവിടെയൊക്കെ ചെറിയ ഷോപ്പുകൾ. പക്ഷെ അവിടെ ഒന്നുമില്ല. ഇവിടുത്തെ പഴം കണ്ടോ, നേന്ത്രപ്പഴം അവിടെ കിട്ടൂല. പഴമൊക്കെ കേടന്ന് നിങ്ങൾ. നമ്മളെ വണ്ടി നിൽക്കണുണ്ടോ എന്താ ലുക്ക് അല്ലേ. മുല്ലൂക്ക് നാം ക്യാ ഹേ? ए मुल्लुक नाम क्या नाम है? आपकी बोली पहचानती हूँ। मुल्लुक को नाम है पिंडरा। पिंडरा मध्य प्रदेश പിൻഡ്ര. ആ അങ്ങനെ നമ്മൾ സംഭവം സാധനമൊക്കെ വാങ്ങിട്ടോ. അപ്പൊ നമുക്ക് നേരെ ഇവിടുന്ന് വീണ്ടും യാത്ര തിരിക്കാം. അങ്ങനെ ഇവിടെ എന്തോ സാധനം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ വണ്ടി എടുത്തപ്പോ അങ്ങനെ കണ്ടതാണ്. എന്താ നോക്കാം, സമൂസയാണല്ലോ. സമൂസയാണെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുമ്പോഴത്തേന് ആവശ്യമുണ്ട്. എന്താ സാധനം നോക്കട്ടെ. ഓക്കെ, സമൂസ मिलेगी, चटनी मिलेगी साथ में। സമൂസ ചട്നി. ऊपर चाहिए तो मिर्ची मिल सकती है। ആ അതൊരു വെറൈറ്റി സമൂസ കേട്ടോ. ഓ വാല. പിന്നെ ജിലേബി ഉണ്ട്, ജിലേബി. ചട്നിയെ ഇതാണ് ചട്നി അല്ലേ. അപ്പൊ സമൂസയും ചട്നിയും ഉണ്ട് ഇവിടെ. പക്ഷെ ഇത് നമുക്ക് തിന്നാൽ ചിലപ്പോ പണി കിട്ടും. കിतना കിലോമീറ്റർ? 5 കിലോ. താങ്ക് യു. അപ്പൊ സമൂസ നമ്മൾ വാങ്ങിയില്ല, കാരണം അത് കണ്ടാൽ തന്നെ അറിയാം പണിയാവും. നമുക്ക് ചിലപ്പോൾ വയറിന് തേക്കൂല. അപ്പൊ അതുകൊണ്ട് സമൂസ നമ്മൾ വാങ്ങിയിട്ടില്ല. നമുക്ക് വീണ്ടും വണ്ടി വിടാം. നമുക്ക് മുന്തിരി ഓറഞ്ച് എന്ത് ചെയ്യാം, നമ്മളെ കൂൾ ബോക്സിൽ വെക്കാം. ഇതൊന്ന് ഓണാക്കിയിട്ടാൽ അടിപൊളിയായിട്ട് അവിടെ തണുത്ത അവിടെ ഇരുന്നോളൂ, ഒരു കേടും വരില്ല. അങ്ങനെ വീണ്ടും നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വിജനമായ സ്ഥലങ്ങൾ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഒഴിഞ്ഞ റോഡ്. നമ്മൾ ലൊക്കേഷൻ പാളിയതുകൊണ്ട് ആ വലിയ റോഡ് നാഷണൽ ഹൈവേ മിസ്സായി. ചെറിയ ഹൈവേ ആണ്. ഇതേപോലത്തെ ചെറിയ ചെറിയ കടകൾ മാത്രമാണ് കാണുന്നത്. എന്നാലും പോയി നോക്കാം. ഇനി 19 കിലോമീറ്റർ ഈ റോഡിന് തന്നെ പോകണം എന്നാണ് ലൊക്കേഷൻ പറയുന്നത്. റോഡും വളരെ മോശം. ഏതായാലും പോവാ, ഏതായാലും പെട്ടില്ലേ, രക്ഷപ്പെടണല്ലോ. ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. കുറച്ച് പഴണ്ട് നമ്മൾ ഇട്ട് കൊടുക്കും. യോ ആകെ അടിയായി പഴത്തിന്. സംഭവം നമുക്ക് ഇനിയുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ എന്താ പ്രശ്നം ചോദിച്ചാൽ ഇവർ ചിലപ്പോൾ മേത്തേക്ക് ചാടുമെന്നില്ല പേടിയാണ്. കുരങ്ങന്മാരെ നമ്മൾ പേടിക്കണം.
മേത്തേക്ക് ചാടുന്നില്ല പേടിയാ. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാ കഴിച്ചോളി. അയ്യോ പിന്നെയും ചോദിക്കുന്നുണ്ട്. നല്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമുക്ക് സത്യത്തിൽ പാവം തോന്നിട്ട് ഞങ്ങളെ കാട്ടിൽ കാണുമ്പോ. നമുക്ക് ഇനിയും ഇട്ട് കൊടുക്കാം. സാധനം പഴമുണ്ട്, ഒന്നും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു പഴം പാട്ട് കൊടുക്കാം. ബാ അയ്യോ ഇവർക്ക് ഭക്ഷണം കിട്ടാഞ്ഞിട്ടേ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട് കേട്ടോ അവിടെ. പക്ഷെ ഇവിടെ കുറെ ആൾക്കാർ കൊടുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഈ റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്നത്. ഇവിടെ ഒക്കെ ഉണ്ട് ലോറിക്കാരും ആൾക്കാരൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും. നമ്മളടുത്ത് ഇപ്പോൾ ആ പഴം ഉള്ളൂ, ഇനി കൊടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഒക്കെ ആൾക്കാരുണ്ട്, സാധനമുണ്ട്. അപ്പോൾ ഉള്ളത് നമ്മൾ കൊടുത്തു. ആ ഒരു ഭക്ഷണം കഴിക്കണാണല്ലേ മനുഷ്യന്മാർ തിന്നണ പോലെ തന്നെ. നമ്മൾ ഇത് ഏതോ കാടാണ്, ഏത് കാടാണ് എന്ത് കാടാണ് സ്ഥലം എന്താണെന്നൊന്നും അറിയില്ല. നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി 18 കിലോമീറ്റർ കഴിഞ്ഞാലേ നമുക്ക് തിരിയാനും അറിയാനൊക്കെ കാണിക്കണുള്ളൂ. എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടണം. കാട്. ഞാൻ ഡൽഹിയിൽ നിന്ന് 2-3 പ്രാവശ്യം റോഡ് മാർഗം പോന്നിട്ടുണ്ടെങ്കിലും ഈ റൂട്ടിന് ഇത് ആദ്യമായിട്ടാണ്. ഇതുവരെ ഈ റൂട്ടിന് പോന്നിട്ടില്ല. കാരണം ഇത് വഴി തെറ്റി പോകുന്നതുകൊണ്ട് കിട്ടിയതാണ്. എന്തായാലും ഒരു വെറൈറ്റി അനുഭവം. കാരണം ഞങ്ങൾ കാട് മാത്രമേ ഉള്ളൂ. റോഡ് വളരെ മോശം. അയ്യോ ഫുള്ള് കുരങ്ങന്മാരുണ്ട്. സംഭവം ഇപ്പം ഈ കാട്ടിൽ കയറിയപ്പോഴേ നമ്മൾ ഒറ്റക്ക് തന്നെ ഉള്ളൂ കേട്ടോ. ഇടയ്ക്കോരോ വണ്ടിയെ പാസ് ചെയ്യുന്നുള്ളൂ. നമ്മളെ ബാക്കിൽ കണ്ടോ ഒരു ഈച്ച പോലും ഇല്ല. നമ്മൾ ഒറ്റക്കാണ് വൺ സൈഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യല്ല. മുന്നിൽ നിന്ന് ഇപ്പോൾ ഒരു കാറ് പാസ് ചെയ്യുന്നുണ്ട്. നല്ല മൃഗങ്ങളും ഉണ്ടാകും അതില്. കുരങ്ങന്മാർ ഇഷ്ടംപോലെ റോട്ടിലുണ്ട്. ഇതാണ്ടോ അതൊക്കെ കുരങ്ങന്മാരാണ്. വാനരന്മാർ ഫുള്ള് റോട്ടിലാണ്. കാരണം അവർക്ക് ഫുഡ് ഇതേപോലെ പോണ വണ്ടിക്കാരെങ്കിലും കൊടുക്കുന്നുണ്ടാവും. വാഹനങ്ങളിൽ പോണവർ കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് അവർ ആ റോഡിൻ്റെ സൈഡിൽ തന്നെ വന്ന് നോക്കിയിരിക്കുക. ഈ കാടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാലേ ഒരു സിമ്മിലും റേഞ്ചില്ല. ഇതാണ്ടോ ജിയോയിൽ പോലും റേഞ്ചില്ല. എല്ലാ സിമ്മും 4 ഫോണൊക്കെ ഉണ്ട് നമ്മളെത്തി. 4 ഫോണിലും റേഞ്ചില്ല. കണ്ടോ നെറ്റ്വർക്ക് കാണിക്കണോ? നെറ്റ്വർക്കേ ഇല്ല, റേഞ്ച് എവിടെയില്ല. ഈ കാട്ടിക്ക് കയറിയിട്ട് റേഞ്ചില്ല. അപ്പം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കഴിച്ചിലാവണം. ഇനിയും എത്ര കിലോമീറ്റർ ഉണ്ട്? 13 കിലോമീറ്റർ ഉണ്ട് ഈ കാട്. റോഡിന്റെ നടുവിൽ ഫുള്ള് കുരങ്ങന്മാർ. കുറച്ചൊന്നല്ല, വാനരന്മാർ കുറച്ചൊന്നല്ല, കുറച്ച് അധികം ഉണ്ട്. അയ്യോ വാനരന്മാരുണ്ട്, പശുക്കളുണ്ട്. അയ്യോ ഇതാണ് പ്രശ്നം. നമ്മൾ വരുമ്പോഴേ ഒറ്റയടിക്കേക്കാരം ഇവർ ക്രോസ് ചെയ്യാം. പോലെ പോണ പോക്ക് അങ്ങനെ പോകും. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയാൽ മതി. ഇതാണ് ഇതിൽ ഫുള്ള് പശുക്കളാണ്. ഈ ഒരു സ്ഥലത്ത് ഫുള്ള് പശുക്കൾ. ഈ സ്ഥലത്ത് ഇതൊക്കെ വളർത്തുന്നത് തന്നെ കേട്ടോ. ജനങ്ങൾ ഇതിനൊക്കെ ഓണർമാരുണ്ട്, വളർത്തുന്നത് തന്നെയാണ്. പക്ഷെ റോഡ് സൈഡിൽ ഫുള്ള് ഇപ്പൊ ഇവിടെ കാണാൻ പറ്റുന്ന വാനരന്മാരെയും പശുക്കളി. അയ്യോ ഇതെന്താ ചന്ത ഉണ്ടോ അവിടെ? ഫുള്ള് പശുക്കൾ. ചിലപ്പോൾ വിൽപ്പന അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടാവും അവിടെ. പക്ഷെ അവര് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഒരു മനുഷ്യനെ കാണാനല്ല, പശുക്കൾ മാത്രമേ കണ്ടുള്ളൂ. അയ്യോ ഇഷ്ടംപോലെ കുരങ്ങന്മാർ ഇതാ വീണ്ടും. ഏതോ ഒരു സ്കോർപ്പിയോ ട്രാവൽ ചെയ്ത് വരുന്നുണ്ട്. ഓ സിംഹവാലന്മാർ. ഇതാണ് സിംഹവാലന്മാർ. ഇതാണ്ടോ ഫുള്ള് സിംഹവാലന്മാരാ. അടിപൊളി. ഒരാൾ ഒരു കുട്ടിനെ പിടിച്ചിരിക്കണോ? അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് എതിരൊന്നുമില്ല മക്കളെ. എല്ലാം അവിടെ കൊടുത്തയാ. ഒരു വീടുണ്ടോ? വീട് അദ്ദേഹത്തിന്റെ വീടാട്ടെ. ഫുള്ള് മരങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയൊരു വീട് കണ്ടോ. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഫുള്ള് കാട്. നടുവിലൊരാളുണ്ടോ? കാട്ടുപോത്താണ് ഏരിയ. സാധാ മൂരിയാണ്. ഫുള്ള് കാടാണ്. മേലക്ക് കണ്ടോ? ഈ കാട് മുഴുവൻ ഫോറസ്റ്റ് ആണ്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണ്. ആ ഡയലോഗും അറിയാം. മേപ്പുണ്ടോ? ഫുള്ള് വളവും തിരിവാണ്. ചുരം പോലത്തെ റോഡാണ്. ഫുള്ള് വളവ് തിരിവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത്. നമുക്ക് എത്തും നോക്കാം നമുക്ക്. അയ്യോ നമ്മളെ കുപ്പി ഗ്ലാസ്, നമ്മൾ വെള്ളം വെച്ചത്, അതേപോലെ നമ്മളെ പാത്രങ്ങളൊക്കെയാണ് വെച്ചുണ്ടാക്കുന്നത്. പാളിക്കണമെന്നില്ല. ഇതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണോ?
ലോറിക്കാർ ഇതിലില്ല. കാരണം ഡൽഹി മെയിൻ ഹൈവേയിലാണ് ഫുള്ള് ലോറികൾ പാസ് ചെയ്ത് പോവുക. ഏറ്റവും സുഖമല്ല, ഏറ്റവും ലാഭമല്ല റോഡുള്ളൂ, ലോറിക്കാർ പിടിക്കുള്ളൂ. കാരണം അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും. ഈ കാട് റോഡിന് കയറിയിട്ട് നേരത്തെ നമ്മുടെ ലൊക്കേഷൻ തെറ്റിയതിന് ശേഷം പിന്നെ റോട്ടിൽ ലോറിയെ പോലും കണ്ടിട്ടില്ല. ഇനി നമുക്ക് ആ നേരെ ഹൈവേ കിട്ടിയാലേ ആ ഹൈവേയിൽ പോകുമ്പോഴൊരു കോൺഫിഡൻറ്റാണ്. കാരണം ഫുള്ള് വണ്ടികളും തിരക്കും ലോറികളൊക്കെ ഉണ്ടാവും. ഇതിന് മനുഷ്യല്ല, ഇടയിലൊരു വണ്ടികൾ ഇങ്ങനെ കാറുകൾ പാസ് ചെയ്ത് പോകുന്നല്ലാതെ ഇതെങ്ങനെയൊക്കെ വൈതെറ്റി കിട്ടിയ റോഡാണ്. വേറെ എക്സ്പീരിയൻസ്. ഈ കാട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഇപ്പം നമ്മൾ ഈ കാടും കണ്ടു. അടിപൊളി. വഴിമാറും മുണ്ടക്കൽ ശേഖര. എന്താണ് ഞങ്ങള് 1-2 ഒന്നുമല്ല, ഇഷ്ടംപോലെ ഉണ്ട് പശുക്കൾ. നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. നമ്മളെ തടി നമ്മൾ നോക്കാം. ഈ ലൊക്കേഷൻ വീണ്ടും പാളി കേസ്. ഇത് എവിടെക്കോ കാണിക്കുന്നുണ്ട്, പക്ഷെ 400 മീറ്റർ പോയിട്ട് ലെഫ്റ്റൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് വീണ്ടും റോഡ് പറ്റ ചെറുതായി. ഇത് ഏതോ ഉള്ളൊരു കാട്ടിക്ക് റോഡാണ്. ഇത് ഏതോ ഒരു കാട്ടിക്കുള്ള റോഡാണ് തോന്നുന്നുണ്ട്, പക്ഷെ ലൊക്കേഷൻ അതിലേ കാണിക്കണം. പോവല്ലാതെ കോലല്ല. നമുക്കറിയാത്ത നാടായതുകൊണ്ട് ഒരു പരീക്ഷണത്തിന് നിൽക്കണ്ട. നമുക്ക് ഏതായാലും ലൊക്കേഷൻ നോക്കിയിട്ട് തന്നെ പോവാം. എവിടെത്തോ എന്തോ ഇതുണ്ടോ റോഡിന്റെ അവസ്ഥ ഉണ്ടോ? സിംഗിൾ ചെറിയ റോഡ്, ഒരു പോക്കറ്റ് റോഡ് അറിയില്ല, അത്ര വലിപ്പമുള്ളൂ. ടേൺ ലെഫ്റ്റ് ഒക്കെ തിരിയാ. ആദ്യം പറഞ്ഞു എൻ്റെ അമ്മോ, ഇവിടെ എവിടുക്ക ലെഫ്റ്റ്? ഇവിടെ ലെഫ്റ്റും ഇല്ല. ഇത് ടേൺ ലെഫ്റ്റ് ടേൺ റൈറ്റ്. അല്ല, ഇനി 2 കിലോമീറ്റർ ഉണ്ടോ? ഇനി 2 കിലോമീറ്റർ റോഡിന് പോകണമെന്നാ പറയുന്നത്. എവിടേക്കാലും പോയി നോക്കാം. എന്തായാലും ഇതിനൊക്കെ തന്നെയല്ലേ പോകുന്നുണ്ട്. സംഭവിക്കുന്ന എല്ലാം നല്ലതിന്, സംഭവിച്ച എല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്. അപ്പം നല്ലതിനേക്കാരം വീണ്ടും നല്ല ഗ്രാമപ്രദേശത്തേക്ക് എത്തിയിട്ട് നമ്മള് ഫുള്ള് പശുക്കളാണ്. പശുക്കൾ എന്താ റോഡില് ഒരാള് ഇതുണ്ടോ, എന്തോ ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഇത് പൂട്ടിക്കിടക്കാൻ തോന്നുന്നുണ്ട്. പഴയൊരു ബിൽഡിംഗ് ഉണ്ടോ പൂട്ടിക്കിടക്കുന്ന പോലെ, പഴയ ഫാക്ടറി എന്തോ ആണ് തോന്നുന്നുണ്ട്. പക്ഷെ ഇത് ഓപ്പണല്ല. ഇതാണ് ഇവിടെയൊക്കെ എന്തോ ഒരു വലിയൊരു പരിപാടി നടന്നിട്ട് സ്റ്റക്കായതാണ്. ഇവിടെ ഉണ്ടോ ഈ മറ്റേ ചെക്ക് പോസ്റ്റിന്റെ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടാട്. എന്താ സംഭവം എന്നാവും. ഏതായാലും പോയി നോക്കുക, അവിടെ എത്തും നോക്കാം. ഇവിടെ ഒന്നും ഒരു മനുഷ്യനും ഇല്ല കേട്ടോ, ഒരു ഈച്ചക്കുഞ്ഞു പോലും ഇല്ല കേട്ടോ. ഒഴിഞ്ഞ പ്രദേശം. വന്ന് കയറിയ റോഡ് എന്താ ഇതിൻ്റെയൊക്കെ അവസ്ഥ? വന്ന് കയറിയ റോഡൊക്കെ നിങ്ങള് ഏതോ ഉൾനാട്ടിൽ കൂടിയാണ് ഇപ്പൊ ഈ പോണത്. എന്താ സംഭവിച്ചതെന്ന് ഒരു പിടുത്തമല്ലേ. ലൊക്കേഷൻ ആണെങ്കിൽ കറക്റ്റ് കാണിക്കണുണ്ട്. ഏതായാലും പോയി നോക്കാം, വരുന്നിടത്ത് വെച്ച് കാണാം. നേരെ മുട്ട നമുക്ക് ഒരു വെറൈറ്റി റോഡും വെറൈറ്റി ഭൂപ്രകൃതിയും വെറൈറ്റി സ്ഥലങ്ങളും. ഇതുണ്ടോ സൈഡിൽ ഫുള്ള് മലകളാണ്. ഇതെന്തോ കൃഷിയിടങ്ങളൊക്കെയാണ് 2 സൈഡും ഇപ്പൊ കാണുന്നത്. ഇനി എത്ര 700 മീറ്റർ കഴിഞ്ഞിട്ട് ഇനിയും റേറ്റ് കാണിക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെയാ സംഭവങ്ങളുണ്ട് കേട്ടോ. ഗ്രാമപ്രദേശങ്ങളാണ്, മധ്യപ്രദേശിന്റെ ഗ്രാമപ്രദേശങ്ങളാണ് ഈ കാണുന്നത്. എന്തായാലും ലൊക്കേഷൻ തെറ്റിയതായതുകൊണ്ടും നമുക്ക് ഇതൊക്കെ കാണാൻ വിധി ഉണ്ടായതുകൊണ്ടും നമ്മൾ ഇതിലൊക്കെ പോകണം. വലിയൊരു ട്രാക്ടർ വരുന്നുണ്ട്, അവരോട് പോന്നോട്ടെ. അല്ലെങ്കിൽ നമുക്ക് അതിൽ പോകാനുള്ള സ്ഥലം ഉണ്ടാവില്ല. ട്രാക്ടറിന്റെ റാലിനുണ്ടല്ലോ, ഒരുപാട് വണ്ടികളുണ്ട്. നമുക്കിവിടെ സൈഡാക്കാം. ഇതുണ്ടോ ട്രാക്ടറുകൾ ഒരുപാട് വരുന്നുണ്ട്. എന്തൊക്കെ സാമഗ്രികളുമായിട്ട് പോവാണ്. മെഷീനറീസ് ആണ്, മെഷീനറീസ് ലൈനിട്ട് വരുന്നുണ്ട്. വരിക്ക് ട്രാക്ടറുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആകെ ഒറ്റ റോഡാണ്. ഓലൊക്കെ പോയി കഴിഞ്ഞിട്ട് പോവാം നമുക്ക്, അല്ലാതെ സ്ഥലമല്ല. ഹായ് ഒക്കെ തരുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി. പോകട്ടെ, എല്ലാവരും പോട്ടെ, എല്ലാവരും പോട്ടെ. അത് കഴിഞ്ഞില്ല, ഇനിയുണ്ടോ സംഭവം? ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ട്രാക്ടർ. ഒക്കെ ഓരോ മെഷീനറീസ് ആയിട്ട് വരികയാണ്. സംഭവം തീർന്നില്ല, ഇനി ഒരുപാട് ഉണ്ടോന്നുണ്ട്. അങ്ങനെ ട്രാക്ടറുകളുടെ പടയോട്ടം കഴിഞ്ഞു. നമുക്ക് പോവാം, നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ അവര് പോയി കഴിഞ്ഞു. ഇനി വീണ്ടും ഇതേ റോഡ് തന്നെ, ഈ ഉൾ റോഡ് തന്നെ കാണുന്നത്. ഇതാണ്ടോ നേരെ പോവാം നമുക്ക്. ബാക്കിൽ വണ്ടികളുണ്ട്. ടേൺ റൈറ്റ് കാണിക്കുന്നുണ്ട്. റൈറ്റ് തിരിയാനുള്ള സംഭവം. റോഡ് നോക്കി വളരെ മോശം റോഡ്. ഇതാരെ വിളിക്കണത്?
ആരും വിളിച്ചിട്ടും കാര്യമില്ല. ഇപ്പോൾ ഫോൺ എടുക്കൂല. ഇനി കറക്റ്റ് റോട്ട് കത്തട്ടെ, അല്ലാതെ ഫോൺ എടുക്കൂല. വീഡിയോ എടുക്കണം, വണ്ടി ഓട്ടണം, എന്തെല്ലാം പണിയാ. സംഭവം റോഡ് വളരെ മോശം റോഡ്. ആ നേരത്തെ നമുക്ക് ലൊക്കേഷൻ പാളിയില്ലേ, അപ്പം പാളിയപ്പോൾ പേച്ചതാണ്, പിന്നെ മൊത്തത്തിൽ പാളി. പിന്നെ വേറെ ഏതോ റൂട്ട് കൂടിയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഒച്ചപ്പാടുണ്ടാക്കണതേ നമ്മള് പാത്രങ്ങളും ഗ്യാസ് അടുപ്പ് കാര്യങ്ങളൊക്കെയാണ്. റോഡ് മോശമായോണ്ടേ എന്തൊക്കെ സംഭവം, എവിടൊക്കെ പാളിക്കണ മാപ്പ്. ഞാൻ കുറെ വീണ്ടും ലൊക്കേഷൻ ഇട്ടിട്ടും ഈ റൂട്ട് തന്നെ വരുന്നത്, വേറെ റൂട്ട് കാണിക്കണില്ല. സംഭവം ഇവിടെ അധികം നമ്മൾ കാണുന്നത് ട്രാക്ടർ, ഇതേപോലെ ഇലക്ട്രിക് ഓട്ടോറിക്ഷകള്, ബൈക്കുകള് ഒക്കെയാണ്. കാറൊന്നും വളരെ കമ്മിയാണ്. ഇപ്പൊ നമ്മൾ കാണുന്ന ബൊലോറോ, സ്കോർപിയോ അങ്ങനത്തെ ഒക്കെ വണ്ടികൾ, അല്ലാതെ നമുക്ക് വലിയ വലിയ വില പിടിപ്പില്ല കാറുകളോ കാര്യങ്ങളോ വാഹനങ്ങളോ ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല. ഇലക്ട്രിക് റിക്ഷകളുണ്ട് ഇതേപോലത്തെ. ഇത് ചെറിയൊരു അങ്ങാടിയാണ് തോന്നുന്നുണ്ട്. പക്ഷെ ഇത് ഈ ഒരു അങ്ങാടിൻ്റെ ഒരു കോലം നോക്കുകയാണെങ്കിൽ ഒക്കെ നമ്മളെ ചെറിയ ഈ ഓല മേഞ്ഞ് ഷീറ്റ് മേഞ്ഞ ചെറിയ ചെറിയ കടകൾ കാര്യങ്ങളൊക്കെയാണ്. ഇത് സംഭവം ഒരുപാട് ജനങ്ങളുള്ള ഏരിയയാണ്, പക്ഷെ എങ്കിലും ചെറിയ കടകളാണ്. ഇവിടെ എല്ലാ സ്ഥാപനങ്ങളും ഉണ്ട്, എല്ലാ കടകളും ഉണ്ട്, പക്ഷെ ചെറിയ ചെറിയ കടകൾ. പച്ചക്കറി കടയൊക്കെ നല്ല വൃത്തിക്കുള്ള കടകൾ തന്നെ ഉണ്ട്. കണ്ടോ, വികസനം വളരെ കമ്മിയാണ് ഇവിടെ. അതാണ് ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് വലിയ വലിയ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളോ അല്ലെങ്കിൽ ചെറിയ സൂപ്പർ മാർക്കറ്റുകളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഒക്കെ ചെറിയ ചെറിയ സെറ്റപ്പുകളാണ് എല്ലാം. വീണ്ടും നമ്മളോട് ലെഫ്റ്റ് തിരിയാൻ പറയുന്നുണ്ട്. സംഭവം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതൊക്കെ നമ്മളെ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത്. അതിങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക അനുഭവം. ഏതായാലും ഇതൊക്കെ കാണാനായി. ഇപ്പോൾ മാപ്പ് തെറ്റിച്ചതാണെങ്കിലും നമുക്കിതൊക്കെ കാണാനായി. ഇനി നമുക്ക് ലെഫ്റ്റ് തിരിയാം. അയ്യോ ഇല്ല, ഏട്ടൻ പോട്ടെ, ഏട്ടൻ പോട്ടെ. Continue on Gui Shivrampur Road for 5 kilometers. 5 kilometer ആണ് ഇനി പോകാൻ പറയുന്നത്. ഇപ്പൊ നമ്മളങ്ങനെ ഏകദേശം ഇവിടെ കുറെ താമസക്കാരാട്ടോ. ഈ കാണുന്ന ഈ മരം കൊണ്ട് ഈ പുല്ലുകൊണ്ട് മറച്ചതൊക്കെ വീടുകളാണ്. ഈ സൈഡിൽ കാണണ്ടോ പശുവിന്റെ നമ്മളെ എന്താ പറയാ ചാണകം ഇങ്ങനെ കട്ട ആക്കിയിട്ട് അതുകൊണ്ട് എന്തോ പരിപാടി തോന്നുന്നുണ്ട്. അത് ഫുള്ള് ലോഡാക്കി കൊണ്ടുപോകുന്നുണ്ട്. അതെന്തോ സംഭവത്തിന് ഉപയോഗിക്കുന്നുണ്ട്. വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാമപ്രദേശത്ത് കൂടി പോവാന് വേറെ രസാട്ടോ. ഹൈവേ കൂടി പോയിക്കാണെങ്കിൽ നമ്മൾ ഇതൊന്നും കാണില്ല. ഇപ്പൊ ഈ റൈറ്റ് സൈഡിൽ ഈ കാണുന്ന അട്ടിക്കിട്ട സംഭവങ്ങളൊക്കെ പശുവിന്റെ ചാണകമാണ്. അതുണ്ടോ അവിടെ പിന്നെ റോട്ടിലൊക്കെ വെച്ചിട്ടുള്ളതൊക്കെ അതേ സംഭവമാണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കണതെന്ന് നമുക്കറിയില്ല. ഇതാണ്ടോ, ഇതെന്തിനാണ് ഉപയോഗിക്കണതെന്ന് നമുക്കറിയില്ല. ഈ സൈഡിൽ കണ്ടോ, സൈഡിൽ കാണുന്നൊക്കെ അതാണ്. ഇതാണ്ടോ ഫുള്ള് കട്ടാക്കി വെച്ചിരിക്കണം. ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ടോ, താമസിക്കുന്ന ഏരിയ ഉണ്ട്. അതെന്തോ റോട്ടില് നെല്ലാവും. വീണ്ടും നമ്മൾ ചെറിയൊരു ടൗണിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് പിന്നെ ആളുകളൊക്കെ വരുമാനം മെയിൻ പശുവാണ് തോന്നുന്നുണ്ട്. പാല്, ഇതേപോലത്തെ ചാണകം, അവരെ വളർത്തിയ കുറേ പശുക്കളെ ബിസിനസ്സുകാരെ ഇവിടെ കണ്ട്. അങ്ങനെ നമ്മൾ മധ്യപ്രദേശ് കഴിഞ്ഞ് UP കയറിയിട്ടുണ്ട്. UPയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. UPയിലെ ചെറിയ ചെറിയ അങ്ങാടികൾ, ടൗണുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫ്രൂട്ട്സ് എന്തല്ലേ, മുന്തിരി, ഓറഞ്ച് നമ്മൾ ഇതുണ്ട്. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് വാങ്ങാം. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് UPയിലാണ്. ഇനി ഡൽഹി 500 മീറ്റർ നമ്മൾ നാഷണൽ ഹൈവേയിൽ കയറാൻ പോവാണ്. കഴിച്ചിലായി ആഗ്ര, ഡൽഹി എന്നൊക്കെ ലെഫ്റ്റ് കാണുന്നുണ്ട് സംഭവം. ഇനി നമ്മൾ നല്ല ഹൈവേയിൽ കയറാൻ പോവാണ്. അങ്ങനെ രക്ഷപ്പെട്ടു ഗൈസ്, രക്ഷപ്പെട്ടു. നല്ല മുന്നിൽ തന്നെ നമുക്ക് കാണുന്നുണ്ട്. ആ പാലം കണ്ടില്ല നിങ്ങൾ വീഡിയോയിൽ, അത് ഹൈവേ ആണ്. അപ്പോൾ നമുക്ക് ഹൈവേയിൽ കയറിയൊക്കെ ഇനി സൈഡാക്കണം. കാരണം 4:15 നമ്മൾ ടൈം അതിക്രമിച്ചു. ഇനി നമുക്ക് സൈഡാക്കിയിട്ട് എന്ത് ചെയ്യണം, ഫുഡ് ഉണ്ടാക്കണം, നോമ്പ് ഉറക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. അപ്പോൾ എക്സ്പ്രസ് വേയിൽ കയറാൻ പോവാണ് ഇനി നമ്മൾ. അങ്ങനെയൊക്കെ ഒടുവിൽ നമ്മൾ എക്സ്പ്രസ് ഹൈവേയിൽ കയറി. ഇനി ഏകദേശം 292 കിലോമീറ്ററും നേരെ പോയാൽ മതി. ഫുള്ള് ഇതാണ് റോഡ്, അടിപൊളി റോഡ്. അയ്യവാ, അത്രയും ഇപ്പൊ 1.5-2 മണിക്കൂറായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി കളിച്ചിട്ടേ ഇതിമ്മ കയറിയപ്പോ എന്തോ സ്വർഗം കിട്ടിയ മാതിരി ഈ റോഡ് കയറിയപ്പോ. എന്താ റോഡൊക്കെ നിങ്ങള്, അടിപൊളി. ഇതാണ് എക്സ്പ്രസ് വേ. ഇനി നേരെ ആഗ്ര റൂട്ടാണിത്.
ഇപ്പൊ നമ്മൾ UP-യിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സൈഡാക്കാൻ പറ്റിയ നല്ല പമ്പോ പെട്രോൾ പമ്പോ എന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് സൈഡാക്കണം. അല്ലാതെ ഈ റോഡിൽ സൈഡ് ഉണ്ടാവില്ല. ഇനി പെട്രോൾ പമ്പ് അല്ലെങ്കിൽ ഹോട്ടലുകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഈ എക്സ്പ്രസ് വേയിൽ ഇതിൻ്റെതായ എക്സിറ്റ് വരും. അവിടെ നമുക്ക് എക്സിറ്റ് ഇനി കിട്ടുള്ളൂ. അങ്ങനെ പിന്നെ നല്ല റോഡ് തുടങ്ങിയാൽ പിന്നെ നമുക്ക് ടോളും ആണല്ലോ. ടോള് ഒരു സംഖ്യൻ്റെ ടോളും ആണ് കേട്ടോ. നമുക്ക് റോഡ് മാർഗം ഓടി പോകണമെന്നുണ്ടെങ്കിലേ ഇപ്പോൾ എക്സ്പ്രസ് വേത്തെ ടോളെത്തി ടോള്. അപ്പോൾ നമുക്ക് ടോള് കൊടുക്കാം. ടോള് കഴിഞ്ഞേക്കാൻ ഇപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്, പക്ഷെ വെയിലാണ്. നോക്കിയിട്ട് സൈഡാക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ ടോളിലെത്തി. പക്ഷെ തിരക്കില്ല, റോട്ടിൽ വാഹനങ്ങളേ ഇല്ല, തിരക്കില്ലാത്ത റൂട്ടാണ്. പൊന്തിക്കൂ ആശാനെ, തുറക്കൂ അസീസെ, തുറന്നു. അപ്പം അങ്ങനെ തന്നെ നമുക്ക് നേരെ വിടാം. ഇതുണ്ടോ എക്സ്പ്രസ് ഹൈവേ കയറിയൊക്കെ തന്നെ അതിൻ്റെ സൈഡിൽ അവിടെ പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ, പോലീസ് വണ്ടിയൊക്കെ ഉണ്ട്. നല്ല അടിപൊളി റോഡാണ്. ഇവിടെ സൈഡാക്കിയാലോ എന്നുള്ളൊരു ചിന്തയുണ്ട്. ടോയ്ലറ്റൊക്കെ ഉണ്ട്, ടോയ്ലറ്റ്. സംഭവം നമ്മൾ റൂട്ടൊക്കെ മാറി തിരക്കിൻ്റെ അടിയിലേ എണ്ണ അടിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ടാങ്കിൻ്റെ അടിയിൽ പോകുന്നു എണ്ണ. മറ്റേ ഫുൾ ടാങ്ക് അര ടാങ്കിൻ്റെ താഴെ വരുമ്പോൾ ഞാൻ ഫുൾ ടാങ്ക് ആക്കണാണ്. ഇനി ഫസ്റ്റ് പെട്രോൾ പമ്പ് കയറി എണ്ണ അടിക്കണം. ഇപ്പോഴാണ് മീറ്റർക്ക് നോക്കണം. ഇപ്പൊ 1994 കിലോമീറ്ററായി. ഇനി 2000 കിലോമീറ്റർ ആവാൻ ഏകദേശം എത്ര കിലോമീറ്ററാ, ഒരു 10-90 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ 2000 കിലോമീറ്റർ ആവും. ഇത് നേരെ റോഡാട്ടോ, എക്സ്പ്രസ് വേ. എങ്ങനെയും ചവിട്ടി പിടിക്കാൻ പറ്റും. പക്ഷെ വണ്ടിയാളേ ഇല്ല, ലോറികളും ഇല്ല, ഒരു തിരക്കും ഇല്ലാത്തൊരു റോഡ്. എങ്ങനെ ഇപ്പൊ ഇവിടെ വന്ന് ചാടിയാവും? എനിക്ക് തോന്നണേ ലൊക്കേഷൻ ഈ റോട്ടുമ്മക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചു വിട്ടാൻ തോന്നുന്നുണ്ട്. അടിപൊളി റോഡ്, തിരക്കേ ഇല്ല, വാഹനങ്ങളേ ഇല്ല. ഞങ്ങളൊന്ന് മുന്നിൽ നോക്കുകയാണെങ്കിൽ ഒരു ലോറി പോലും ഇല്ല. കാലി അടിച്ച റോഡാണ് ഈ കിടക്കുന്നത്. ബാക്കിലും ഇല്ല, മുന്നിലും ഇല്ല. ഈ റോഡിന്റെ പ്രത്യേകത പറഞ്ഞാലേ നമുക്ക് എങ്ങനെയും ചവിട്ടോ. 120 കിലോമീറ്റർ സ്പീഡ് ഇതിൽ അലൗഡ് തന്നെ ഉണ്ട്. നമുക്ക് എത്ര സ്പീഡിലും ഇതിൽ ചവിട്ടി പോവാം. വണ്ടിക്കും തന്നെ ഒരു അളക്കമല്ല. നല്ല അടിപൊളി റോഡല്ലേ. കുറെ നേരം ഇങ്ങനെ വിട്ടിട്ട് മറ്റേതൊരു 50-60 സ്പീഡിൽ, മാക്സിമം 60 സ്പീഡിലാണ് പോകുന്നതിന്. മീറ്റർ പോണോ? അടിപൊളി അടിപൊളി. അങ്ങനെ ആലോചിക്കുക, ഇതാർക്കും വേണ്ടിയിട്ട് ഈ റോഡ് ഉണ്ടാക്കിയത്. ബാക്ക് നോക്കുകയാണെങ്കിൽ മിറർക്ക് നോക്കി ഒരു മനുഷ്യല്ല, മുന്നിലും ഇല്ല. വിജനമായ റോഡ്, അതും കിടില റോഡ്, എക്സ്പ്രസ് വേ. ഒരു മനുഷ്യ റോഡിലില്ല. ഇതെന്താ സംഭവം? ഒരു വണ്ടിയില്ല, ഒരു കാറോ ലോറിയോ ഒന്നുമില്ല. ഇതാണ് എത്രയോ കിലോമീറ്റർ കണക്കായിപ്പോൾ ഞാൻ പോകുന്നുണ്ട്. ഒരു വണ്ടിനെ പോലും കാണാനില്ല. നിങ്ങൾ കണ്ടുകൊണ്ട് നോക്കുകയാണെങ്കിൽ മുന്നിലും ഇല്ല, സൈഡിലും ഇല്ല, ബാക്കിലും ഇല്ല. അതാണ്ടാ അപ്പുറത്തെ റോട്ടിലും ഇല്ല. ഓപ്പോസിറ്റിലും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേലും പറയാം. ഇപ്പോൾ ഒരു ലോറിയാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ പാസ് ചെയ്ത് പോയത്. അപ്പുറത്തെ റോട്ടിലും ഇല്ല, ഇപ്പുറത്തെ റോട്ടിലും ഇല്ല. രണ്ട് റോഡും കാലി. പിന്നെ ഹൈവേയിൽ പമ്പുകൾ ഉണ്ടാവും. ഇതുണ്ടോ, ആഗ്ര 405 കിലോമീറ്റർ, ലക്നൗ 454, ഡൽഹി 658. അത് നേരെ സ്ട്രെയിറ്റ് ഈ റോഡുമാണ്. പക്ഷെ ഈ റോഡേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓപ്പൺ ആക്കണുള്ളൂ. ഇതിൻ്റെ അപ്പുറത്ത് പണി നടക്കണോണ്ട് ഇതിലെ വണ്ടികൾ ഇപ്പോൾ ഓപ്പൺ ആക്കണുള്ളൂ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്രോൾ പമ്പോ കാര്യങ്ങളോ എക്സിറ്റോ ഒന്നും കാണാനില്ല. ഇത് സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ പണി കിട്ടും. ഞാൻ കുറേ ഇപ്പോൾ പോകുന്നു, ഒരു 50 കിലോമീറ്റർ 60 കിലോമീറ്റർ പോകുന്നു. എണ്ണ അടിക്കണം, ഫുഡ് ഉണ്ടാക്കണം, കുറേ പരിപാടികളുണ്ട്. സമയം അതിക്രമിച്ചു. 4:30 മണിയായി. ഇതാണ്ടോ സൈഡിൽ കണ്ടോ, ഫുള്ള് വിജനമായ സ്ഥലങ്ങളാണ്. വണ്ടി ഇങ്ങനെ ചവിട്ടിയ പൂതി തീരൂല. പിന്നെ നമ്മളെ മുതൽ ലാൻഡ് ക്രൂസർ പ്രാഡ് ആയതുകൊണ്ടേ വൻ കോൺഫിഡൻ്റ് ആണ് ഹൈവേയിൽ ചവിട്ടാൻ. 150-ലും 160-ലൊക്കെ നമുക്ക് ചവിട്ടാം. പിന്നെ ഈ റോഡ് പ്രത്യേകിച്ചും ചവിട്ടാം. കാരണം എന്താ വെച്ചാൽ ഒരു വണ്ടി ഓപ്പോസിറ്റും ഇല്ല, ബാക്കിലും ഇല്ല, സൈഡിലും ഇല്ല, ബ്ലോക്ക് ഇടാനും ആരുമില്ല. നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് പോവാം. വണ്ടി ഇങ്ങനെ കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് സംഭവം 150-ലും 160-ലും വണ്ടി പോകുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഫീലില്ല. ഇത് 150-ലാണ് പോണേ 160-ലാണ് പോണെന്ന് മീറ്റർക്ക് നോക്കുമ്പോഴേ അറിയുള്ളൂ. ഇത്രയും കെയർഫുള്ളായിട്ട് സേഫായിട്ട് ആയതുകൊണ്ടാണ് ഞാനിത് ഇത്രയും സ്പീഡിൽ ചവിട്ടുന്നതും വീഡിയോയിൽ കാണിച്ചത്.
ശരിക്കും ഒരു 120 സ്പീഡൊക്കെയാണ് ഇതിൽ അലൗഡ് ഈ എക്സ്പ്രസ് വേയിൽ. ചില സ്ഥലത്ത് ബോർഡ് വെച്ചിട്ടുണ്ട് 100 സ്പീഡ്, ചില സ്ഥലത്ത് 120 സ്പീഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചതാണ്. പൂതി തീർക്കണ്ടേ എങ്ങനെയൊക്കെ പോരുമ്പോൾ. അത് ഇത്രയും സെറ്റപ്പ് റോഡ്, ഇത്രയും സെറ്റപ്പ് വണ്ടി, ഇത്രയും വിജനമായി കിടക്കുക. അപ്പോൾ നമുക്ക് എന്താ ചവിട്ടണീന് അത്രയും സേഫായിട്ട് കണ്ടോ റോഡ് കിടക്കണ കിടപ്പ് കേട്ടോ. ഗേസ് പണിയായി എണ്ണ യെല്ലോ ലൈറ്റ് കത്തി. അര ടാങ്കിൽ കമ്മിയായ ഫുൾ ടാങ്ക് അടിച്ചതിന് ഞാനാണ്. സംഭവം എന്നാ വൈദറ്റിലും ആകെ പേപ്പിച്ചു. എണ്ണ അടിക്കാനും മറന്നു. യെല്ലോ ലൈറ്റ് കത്തി. ഇനി എത്ര കിലോമീറ്റർ? യെല്ലോ ലൈറ്റ് കത്തിയാലും എൻ്റെ അഭിപ്രായത്തിൽ 100 കിലോമീറ്റർ പോകാൻ സാധ്യതയുണ്ട്. അതായത് പറ്റ കമ്മിയായിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഫസ്റ്റ് പെട്രോൾ പമ്പ് കിട്ടണം. കുറേ ആയി പോരുന്നു പെട്രോൾ പമ്പ് കാണാനില്ല. ഇനി എവിടെ പെട്രോൾ പമ്പ് കിട്ടും എന്നൊന്ന് നോക്കാം നമുക്ക്. പെട്രോൾ പമ്പ് കിട്ടിയില്ലെങ്കിൽ പണിയാവും. ഇതാണ്ടോ ഇനി അധികം ഓടാനല്ലേ എണ്ണല്ല. നമ്മളെ സംഭവം ഇപ്പോൾ എക്സ്പ്രസ് വേയിൽ പെട്രോൾ പമ്പ് നോക്കിയിട്ട് സെർച്ച് ചെയ്തിട്ടൊന്നും കാണാനല്ല മാപ്പിൽ. കിലോമീറ്റർ കണക്കിന് വിജനമായി കിടക്കുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു ലൊക്കേഷനിൽ നോക്കുമ്പോൾ ഒരു 8 കിലോമീറ്റർ അപ്പുറത്ത് നിയറസ്റ്റ് പെട്രോൾ പമ്പ് വേറെ ഉണ്ട്, 8 കിലോമീറ്റർ. അപ്പോൾ അവിടെ പോയി എണ്ണ അടിച്ച് ഇങ്ങോട്ട് പോരാ, അതാ നല്ലത്. അപ്പോൾ ഞാൻ പെട്രോൾ പമ്പ് പിടിച്ച് പോവുകയാണ്. 8 കിലോമീറ്റർ പോകണം. എക്സ്പ്രസ് വേന്ന് ഇറങ്ങാൻ പോവാണ്. എന്നാണ് നമ്മൾ എക്സ്പ്രസ് വേന്ന് ഇറങ്ങുന്ന ഒരു ടോളുണ്ട്, അവിടെ ലോക്കായിക്കുക. ഇവിടെ ഒരു മനുഷ്യല്ല, ഒരു ഈച്ച കുഞ്ഞു പോലെ ഈ ടോൾ പ്ലാസയിലില്ല, ഒരു വണ്ടിയില്ല. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാലേ, ഇവിടെ ഉണ്ടായിരുന്ന ആള് ചായ അടിച്ചാൻ പോയിക്കാണ്. ബൈ ഓപ്പൺ കരോ ഓപ്പൺ. സംഭവം സ്കാൻ ആയിട്ടില്ല. അതെ ഓല് ഇവിടെ ഉണ്ടായിരുന്ന ആള് ചായ അടിച്ചാൻ പോയിക്കാണ്. ബൈ ക്യാ പ്രോബ്ലം? ടോളിലെ പണിക്കാരൻ ചായ അടിച്ചാൻ പോയിക്കാണ്. ഇയാൾക്ക് ഇതൊന്നും അറിയൂല. ഇത് ഇവിടെ ലോക്കായിക്ക. നമ്മളെ സ്കാനറിലൊക്കെ പൈസ ഉണ്ട്, പക്ഷെ സംഭവം തുറക്കണില്ല. എന്തോ സംഭവം കേട്ടോ. ഒരു മനുഷ്യ എവിടെയില്ല. ഇത്രയും വലിയ ടോൾ പ്ലാസയും വലിയ എക്സ്പ്രസ് വേന്നില്ല എക്സിറ്റാണിത്. സംഭവം ഇവിടെ ലോക്കായി. 4:51 ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ നിൽക്കാൻ കഴിഞ്ഞിട്ട് ആളെ വിളിച്ചിട്ട് കിട്ടണില്ല അത്ര. സംഭവം യെല്ലോ ലൈറ്റും കത്തി, എണ്ണയില്ല. भैया डीजल प्रॉब्लम अरे वो तो डीजल बोलिए एक मिनट सर, वो चाय पीने वहाँ पेट्रोल गए हैं, वो वही रहा बस। पेट्रोल पंप का 8 किलोमीटर बाकी है जी सर, वो सब हाँ। बिल्कुल सही। जल्दी बुलाओ। हमारे फोन नहीं लगा रखा। क्या करेगा वो? ओपन करो सर 1 मिनट, मैं तो परेशान ही हूँ। किधर है? एक टोल एक्सप्रेस वे एक्सिट में टोल प्लाजा में नहीं आदमी यहाँ यही पास में चाय पीने गए थे। ഓപ്പൺ താങ്ക് യു. ചങ്ങായിനോട് നമുക്ക് അറിയണ ഹിന്ദിയിലെ തല്ലൂണ്. ആ വരുന്ന ചങ്ങായി തോന്നുന്നുണ്ട്. അറിയണ ഹിന്ദിയിലൊക്കെ അവനോട് പറഞ്ഞു നോക്കി. ലാസ്റ്റ് ഓപ്പൺ ആയിക്കണേ. ഇനി പെട്ടെന്ന് നമുക്ക് നമ്മളെ പമ്പ് പിടിക്കാം. ഫുള്ള് പാളലാണ്. എക്സ്പ്രസ് വേന്ന് നമ്മൾ പെട്രോൾ പമ്പ് ഇറങ്ങിയതാണ്, പക്ഷെ ഇറങ്ങിയ റോഡാണ് ഇപ്പോൾ ഈ കാണുന്നത്. സംഭവം ഇനി 5 മിനിറ്റുള്ളൂ പെട്രോൾ പമ്പക്ക്. എണ്ണ അടിച്ചാണ്ട് റിട്ടേൺ എക്സ്പ്രസ് വേയിൽ കയറാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 50-100 കിലോമീറ്റർ പോകേണ്ട ഒരു എക്സ്പ്രസ് വേയിൽ പെട്രോൾ പമ്പ് കിട്ടണമെങ്കിൽ അതിനുള്ള എണ്ണ നമ്മളിൽ സ്റ്റോക്കില്ല. അപ്പോൾ നമുക്ക് വേഗം എണ്ണ അടിച്ചിട്ട് വീണ്ടും എക്സ്പ്രസ് വേയിൽ പോകണം. അതായത് ഒരു 7 കിലോമീറ്ററാണ് എക്സ്പ്രസ് വേന്ന് എക്സിറ്റ് ചെയ്തപ്പോൾ പമ്പക്ക് കാണിച്ചത്. ഇനി വെറും 3 കിലോമീറ്റർ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ പെട്രോൾ പമ്പിലെത്തും. കാളവണ്ടിയിൽ വരുന്നുണ്ടോ? അങ്ങനെ നമ്മൾ പമ്പിലെത്തി ഗൈസ്. ഒരു ഗ്രാമത്തിലുള്ള പമ്പാണ്. ഗ്രാമത്തിലില്ല ഡീസൽ. അല്ലാ ഫുള്ള് ഹിന്ദിയിലാണല്ലോ ഇവിടെ എഴുതിയാണ്. ഫുള്ള് ഹിന്ദി, ഇംഗ്ലീഷ് ഒന്നും എഴുതിയിട്ടില്ല. भैया फुल टैंक डालो. डीजल क्या बोल रहे हैं? डीजल डीजल हाँ डीजल. डीजल पेट्रोल नहीं है, गाड़ी क्या है? गाड़ी डीजल बस में डीजल है। हाँ डीजल फुल टैंक डालो. ഇതാണ് പെട്രോൾ പമ്പ്. ചെറിയൊരു പമ്പാണ്, ചെറിയ പമ്പ്. ഏതോ ഒരു ഗ്രാമപ്രദേശത്തിൽ, വേറെ ഒന്നുമില്ല, ഈ പമ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഫുൾ ടാങ്ക് ഏകദേശം പറ്റ കമ്മിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുൾ ടാങ്ക് അടിക്കാൻ പോവാണ്. ഡീസൽ फुल करना हाँ फुल. ओ क्या बोल रहा है?
डीजल का? डीजल है। डीजल डीजल इधर से क्या बोल रहा है? डीजल है? डीजल। ये मुल्लुक का नाम क्या है? मुल्लुक मुरोल यूपी। हाँ। इधर से गाना किधर मिलेगा? गाना किधर मिलेगा? खाना खाना नाश्ता पानी तो यही मिलेगा इधर से 1.5 किलोमीटर। हाँ हाँ। बाकी होटल तो आपको दूर मिलेगा इधर। कुकिंग तो ठीक, कोई दिक्कत नहीं, इधर लगा लीजिए। इधर ये किधर? पेड़ के पास में। ആ നല്ലൊരു ആൽമരണ്ട് അവിടെ. റെഡിയേ? ഫോറസ്റ്റ് ഫോറസ്റ്റ് ഫുൾ ഫോറസ്റ്റ്. हाँ, അനിമൽസ് എലിഫന്റ് സേഫ്. हाँ ओके ओके ठीक है ठीक है ठीक है ठीक है बस हो गया. അങ്ങനെ ഫുൾ ടാങ്ക് എണ്ണയായി 7049 രൂപ. എത്ര? 88 റുപ്യ ഉള്ളൂ അവിടെ. 1 ലിറ്റർ का 88. ആ 88 റുപ്യ ഉള്ളൂ ഇവിടെ ഡീസലിന്. 95 പെട്രോൾ का 95, ഡീസൽ का 88 അല്ലേ? ബസ് നമ്മുടെ കുക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ കുറേ ആളുകളുണ്ട്. അവരൊന്നും ആറ്റിറ്റ്യൂഡ് അത്ര റെഡിയല്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് പോടാം. ഇനി എക്സ്പ്രസ് വേയിൽ കയറിയിട്ട് വല്ല സൈഡും കിട്ടുമോ നോക്കാം നമുക്ക്. അങ്ങനെ വീണ്ടും നമ്മൾ എക്സ്പ്രസ് വേയിൽ കയറാൻ പോവാണ്. പക്ഷേ ടോളൊന്ന് ഇറങ്ങാൻ കൊടുത്തു, ഒന്ന് അവിടെ കയറാൻ കൊടുത്തു, ഒന്ന് ഇവിടെ കയറാനും കൊടുത്തു. ഒരു സംഖ്യൻ്റെ ടോളും പോകുന്നുണ്ട് എക്സ്പ്രസ് വേൻ്റെ. ഇതേ നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ആൾ തന്നെയാണ്. അപ്പം നമ്മൾ വീണ്ടും എക്സ്പ്രസ് വേയിൽ കയറാൻ പോവാണ്. സംഭവം നമ്മളെ വീഡിയോ റെക്കോർഡ് ചെയ്യണ കാണുമ്പോഴേ എല്ലാവർക്കും ഒരു റെസ്പെക്റ്റ് ഉണ്ട് കേട്ടോ. എക്സ്പ്രസ് വേയിൽ കയറി കഴിഞ്ഞാൽ ഒരു മനുഷ്യല്ല. ഇവിടുന്ന് ലെഫ്റ്റും റൈറ്റും ഇൻഡിക്കേറ്ററും ഒക്കെ അല്ലെങ്കിൽ റോഡ് കയറുമ്പോൾ നോക്കിയൊന്നും ആവശ്യമൊന്നുമില്ല. ആരും ഇല്ല. റോഡ് ആലി അടിച്ച് കിടക്കാണ്. എങ്ങനെ വിടാം നമുക്ക്? ഏകദേശം 5:19 നമ്മളെ കുക്കിംഗ് ടൈം, വീഡിയോ എഡിറ്റിംഗ് ടൈം എന്തായാലും പോയി. ഇനി കുക്ക് ചെയ്യാൻ ഒരു 5:30 ആകുമ്പോഴത്തേനും സൈഡാക്കണം മൊത്തത്തിലേ. ഇനിയിപ്പോൾ എക്സ്പ്രസ് വേയില് സൈഡ് ഉണ്ടാവില്ല, ഫുള്ള് ഇതേപോലെ റോഡ് കിടക്കല്ലേ. അപ്പോൾ നമുക്ക് സൈഡ് കിട്ടാൻ പണിയാണ്. മിക്കവാറും നോമ്പ് ഫ്രൂട്ട്സിൽ ഒതുക്കേണ്ടി വരും, പിന്നെ കുറച്ച് അതിൻ്റെ ഫുഡ് ഉണ്ടാക്കേണ്ടി വരും. കാരണം എക്സ്പ്രസ് ഹൈവേയിലേ സൈഡില്ല കണ്ടോ. എവിടെയും വണ്ടി സൈഡാക്കാൻ ഒരു കോലമല്ല, ഒരു എക്സിറ്റോ കാര്യങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ നോക്കാം നമുക്ക്. എന്തായാലും വണ്ടിയിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നോമ്പ് തുറക്കാം. പിന്നെ സാവധാനം ഫുഡ് ഉണ്ടാക്കേണ്ടി വരും. ഇപ്പം ഏകദേശം 5:27 സൂര്യൻ്റെ അസ്തമയം കണ്ടത് നല്ല കിഡിലെ ലുക്കിൽ അസ്തമയം കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ എക്സ്പ്രസ് ഹൈവേയിൽ സൈഡാക്കി. ഇവിടെ സൈഡാക്കാൻ പറ്റൂല, നമുക്ക് കുക്ക് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റൂല. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി സൈഡാക്കിയതാണ്. ഇതുണ്ട് വിജനമായി കിടക്കണ എക്സ്പ്രസ് ഹൈവേ. നമ്മളെ ചെറുക്കം നിൽക്കണുണ്ട്. ഓ സൂര്യാസ്തമയം അടിപൊളി. നമ്മളെ പടക്കുതിരയാണ്, പടക്കുതിര. ഇപ്പോൾ 2000 കിലോമീറ്റർ ഓടിയിട്ടാണ് ആൾ നിൽക്കുന്നത്. ഇനി ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. അടിപൊളി. നമ്മളെ ഇതുവരെ ഈ നേരം വരെ യാതൊരുവിധ ബുദ്ധിമുട്ടും അറിയിക്കാതെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഒരു ഇരട്ടിക്ക പാസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഒറ്റയും തറ്റയൊക്കെ ആയിട്ട് എപ്പോഴേലൊക്കെ വണ്ടിയുള്ളൂ. ഇതുണ്ടോ എന്താ ലുക്കില്ലേ വണ്ടി കിടക്കണതാണ് ഈ എക്സ്പ്രസ് വേയിൽ. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കേക്ക് നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മളെ ഇന്നത്തെ 2ാമത്തെ നോമ്പ് തറ ഇതുണ്ടോ എക്സ്പ്രസ് ഹൈവേയിൽ ഡൽഹി ആഗ്ര എക്സ്പ്രസ് വേയിൽ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ നോമ്പ് തുറക്കാൻ പോണത്. ഗ്രാൻഡ് നോമ്പ് തുറയാണ്. നമ്മൾ അസ്തമിച്ചു. ഇതുണ്ടോ ആ അസ്തമയത്തിൻ്റെ ആ കളറുണ്ടോ, സൂര്യൻ അസ്തമിച്ചു. അതിലൊരു ലോറി വേണമുണ്ടോ, കണ്ടെയ്നർ. അയവ എന്താ കാഴ്ച അല്ലേ. ഇവിടെ എന്താ കഥ എന്നൊന്നും അറിയില്ല. സേഫാണോ അല്ലെങ്കിൽ വല്ല അക്രമങ്ങളൊന്നും നടക്കുന്ന ഏരിയ ആണെന്നൊന്നും അറിയില്ല. ഇവിടെ ഒരാളും മനുഷ്യനൊന്നുമില്ല. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കട്ടെ. ഇനി ഒരു 10-15 മിനിറ്റ് പാടെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം നോമ്പ് തുറക്കാൻ. എന്നിട്ട് നോമ്പ് തുറന്നിട്ട് അടുത്ത വിശേഷം ഞങ്ങൾക്ക് രസം കാണിച്ചു തരാം. എക്സ്പ്രസ് വേത്തെ ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഓഫായി, ഓണാക്കി, ഓഫായി, ഓണാക്കി. കാരണം നമ്മളെടുത്താണ് ഇതിൻ്റെ ചാവി. കാരണം വേറെ വണ്ടികളൊന്നുമില്ല. ഇനി നമുക്ക് ഗോൾഡൻ കളർ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാണിച്ചു തരാം കേട്ടോ. ഒരു കളറ് വീണ്ടും ഗോൾഡൻ. ഇതാണ് ഭയങ്കര രസമല്ലേ കളറ്. ഇതാണ്ടോ ഇനി ഗോൾഡൻ. എങ്ങനെയുണ്ട്?
ഇത് വേറെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടേ നമ്മളിടുന്ന ലൈറ്റിനനുസരിച്ചാണ് ഇതിൻ്റെ റിഫ്ലക്ടർ വരുന്നത്. ഇനി നമുക്ക് നേരെ നമ്മളെ ബ്രൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് വൈറ്റായി. ഡിം അടിച്ചാലും ബ്രൈറ്റ് അടിച്ചാലും അടിപൊളി റിഫ്ലക്ടർ കേട്ടോ. ഡ്രൈവിംഗ് ഭ്രാന്തന്മാരൊക്കെ ഒരു വട്ടെങ്കിലും ഈ റോഡിനോട് പോകുന്നോളി. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട് അടിച്ച് പൊളിച്ച് നിങ്ങളെ ഡ്രൈവിങ്ങിൻ്റെ പിരാന്തം തീർക്കുക ഈ റോഡിൽ. കാരണം അതിന് പറ്റിയ റോഡാണ് യു പിന്ന് ആഗ്രഹിക്കില്ലേ ഈ എക്സ്പ്രസ് വേ. കാരണം ഒരു വണ്ടിയാളും ഇല്ല, ഒരു തിരക്കുമില്ല, നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് പോവാം. എന്താണ് എത്രയേ കിലോമീറ്ററായി ഞാൻ പോകുന്നത്. ഇനി 184 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഈ റോഡാണ്. ഈ 184 കിലോമീറ്റർ ഇതേ റോഡിലൂടെ തന്നെ നമുക്ക് ഓടിച്ചു പോവാം. ഒരാളും മനുഷ്യനൊന്നുമില്ല. സേഫായിട്ട് പോരണം, നല്ല വണ്ടിയായിട്ട് പോരണം, കെയർഫുള്ളായിട്ട് പോകണം. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു ഈച്ചക്കുഞ്ഞ് പോലും റോഡിലില്ല. അതാണ് പ്രശ്നം. നമ്മൾ നോമ്പുറക്കാല സെറ്റപ്പൊക്കെ റെഡിയാക്കി വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 6:24 ഇതാണ്ടോ നമ്മൾ ഫ്രൂട്ട്സൊക്കെ അവിടെ റെഡിയാണ്. നമ്മൾ നേരത്തെ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി അവിടെ ഞാൻ ഇനി വണ്ടി എടുത്ത് പോന്നു. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നു. അപ്പോൾ എക്സ്പ്രസ് ഹൈവേ ആണ് കാണുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് എക്സിറ്റ് ആയിട്ട്, അതായത് റെസ്റ്റ് ആൻഡ് സർവീസ്, പമ്പ്, ഹോസ്പിറ്റലൊക്കെ അല്ലേ എക്സ്പ്രസ് ഹൈവേൻ്റെ തന്നെ ഒരു ഏരിയയാണിത്. അപ്പോൾ ആ ഏരിയയിൽ വന്നിട്ട് ഒന്ന് പിന്നെ റെസ്റ്റ് എടുക്കും. പമ്പാണ് കാണുന്നത്. പമ്പുണ്ട്, അതേപോലെ ഇവിടെ ചായ കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി നമുക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഫുഡും ഉണ്ടാക്കി കഴിച്ചിട്ട് പോകണം എന്നാണ് പ്ലാന്. അങ്ങനെ നമുക്ക് അടിപൊളി ചായ കിട്ടി. ചായ വണ്ടി അവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഇനി അവിടുന്ന് ഫുഡ് ഉണ്ടാക്കാന്നാണ് പറഞ്ഞത്. ഇവിടെ ബസ്സുകൾ വന്നിട്ടാണ് കുറേ ആൾക്കാർ സൈഡാക്കി ചായ അടിക്കാനൊക്കെ നിർത്തിയത്. ഇവിടെ നമ്മളെ ബായ് ഉണ്ട്. ഹായ്. യെസ്. അങ്ങനെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയില്ല കേട്ടോ. ഗ്യാസൊക്കെ അവിടെ സെറ്റ് ചെയ്തു. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കണ്ടോ. അവർ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണേ. ഫാമിലി ആയിട്ട് വന്ന് ചപ്പാത്തിയും ഫുഡ് കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ തന്നെ ഉണ്ടാക്കാണ്. പിന്നെ നായ്ക്കൾ ഇവിടെ കാവലുണ്ട്. ഒരു വണ്ടി അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴത്തേന് ആ വണ്ടീൻ്റെ പിന്നാലെ ഒരു കൂടാണ് കണ്ടോ. ഒരു ടീം അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കൽ തുടങ്ങി. പിന്നെ ഇവിടെ ഒന്നും വൃത്തിയില്ല, അവിടെ മുന്നിലൊന്നും വൃത്തിയില്ല. അപ്പോൾ വീണ്ടും ആ വണ്ടി ഇങ്ങോട്ട് ഇൻ്റർലോക്കുമ്പോൾ ഇട്ട് ഇവിടെ ചോറുണ്ടാക്കാൻ പോവാണ്. സംഭവം 8-9 മണിയാവാനായി. പക്ഷേ നമ്മൾ ചോറ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലേ നാളെ ചിലപ്പോൾ നോമ്പിന് ക്ഷീണിക്കും. ഇന്ന് വിടേണ്ട വീഡിയോ കയറുന്നില്ല കേസ്. ഏകദേശം 8% സ്റ്റക്കായി. അതായത് റേഞ്ചില്ല ഇവിടെ. അപ്പം നാളെ ഉള്ളു ഇനി ആ വീഡിയോ ഔട്ട് ചെയ്ത് നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് ചോറുണ്ടാക്കാം. പിന്നെ കൂട്ടാൻ ഏകദേശമൊക്കെ നമ്മുടെ അടുത്തുണ്ട്. ബാക്കി ചെറിയ ഒരു ഓംലേറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടേ ഫുഡ് അടിക്കാം. അപ്പം അതിനുള്ള പരിപാടിയിലാണ്. ഇതാണ്ടോ ഇവരാണ് വൈബ്. ഇതാണ്ടോ ഒരാൾ ചപ്പാത്തി ഉണ്ടാക്കണേ, അപ്പുറത്ത് ചപ്പാത്തി ചൂടുന്ന കറി ഉണ്ടാക്കി വെച്ചിരിക്കണ അവിടെ. ചാവൽ ചാവൽ आपका क्या बोले चावल. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, വ്യൂവേഴ്സ്. ഇതൊക്കെ വല്ല ടീമാണ് അല്ലേ. पूरा फैमिली है, पूरा आदमी फैमिली है. किधर जाएगा? आगरा. ताजमहल देखने के लिए. अच्छा है. बस में बस हाँ. मैं बोलेगा चोर. मेरा केरला में चावल का नाम चोर. इधर से चोर है, बहुत प्रॉब्लम है. चोर ले पुलिस आएगा. चोर. मेरा मुल्क में चावल का नेम चोर. बोले നമ്മളെ കുക്കിംഗ് നോക്കിക്കൊണ്ടിരിക്കാണ്. दूसरा चावल दूसरा, ग्रेवी दूसरा. दाल नहीं है, ओनली वेजिटेबल. इबल ने പറയുന്നുണ്ട് കേരള बहुत सुंदर है. बहुत सुंदर है केरला. ओडिया बहुत सुंदर है. सिक्योरिटी हमारे सिक्योरिटी. कुकुरो डॉग. वेरी गुड. केरला में नाई पट्टी. चपाती 1 टाइम. हमारा 3 टाइम. मॉर्निंग इवनिंग नाइट मिडिल. बनाया का टाइम 3 टाइम. बहुत जास्ती टाइम प्रॉब्लम है. ഇവരെ 3 നേരം ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ടേ പോണേ അല്ലേ. വെറുതെ 10-15 ദിവസം ടൈം എടുക്കണേ. बहुत डेंजर है वो वाला. സ്നേഹപ്രകടനം കണ്ടോ 3 ആളും. കാണികൾ ഒരുപാടുണ്ട് നമുക്ക്.
ഓല് കളിക്കണുണ്ടോ? സംഭവം രാത്രി 9 മണി കഴിഞ്ഞു കേട്ടോ. ആ ഇവരെ ആൾക്കാരാണിതേ. റെഡിയേ? ടോർച്ചൊക്കെ നോക്കരുത്. റെഡിയേ? റെഡി. അങ്ങനെ നമ്മളെ ചോറ് റെഡിയായി, വണ്ടിൻ്റെ ഉള്ളിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ കറി റെഡിയാണ്. ഇതിലൊന്നുമില്ല, കേങ്ങ്, ഉള്ളി, തക്കാളി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ലേശം വെളിച്ചെണ്ണ, നല്ലോണം വേവിച്ചെടുക്കുക. പിന്നെ നമ്മളെ സ്ഥിരം സാധനങ്ങളുണ്ട് ഉള്ളിൽ. ഓല ഫുഡ് റെഡി ആവണുള്ളൂ, നമ്മളെ ഫുഡ് റെഡി ആവണുള്ളൂ. അങ്ങനെ നമ്മളെ ഫുഡൊക്കെ റെഡിയായി, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇനി നമ്മൾ അച്ചാറുകൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അങ്ങനെ നമ്മളെ ഫുഡ് ഉണ്ടാക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വണ്ടി ഫുള്ള് സെറ്റാക്കി. അവരെ ഫുഡ് ഉണ്ടാക്കൽ കഴിഞ്ഞ് അവരെ ഭക്ഷണം കഴിക്കലും കഴിഞ്ഞു. ഇത് സംഭവം ഒരു പ്രത്യേക വൈബാട്ടോ. ഇങ്ങനെ വിജനമായ സ്ഥലത്ത് കുറേ അറിയാത്ത ആൾക്കാരൊപ്പം കുറച്ച് കമ്പനി അടിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഉറങ്ങണം. അപ്പോൾ ഒരു തീരുമാനത്തിലെത്തണം. ഒന്നില്ലെങ്കിൽ ഇവിടെ ഉറങ്ങണം, അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ചിലപ്പോൾ അവിടെ ഒരു പാർക്ക് ചെയ്ത് ഉറങ്ങാൻ അയക്കാൻ സാധ്യത കമ്മിയാണ്. ഇവിടെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ ഫാമിലികളൊക്കെ ഇപ്പോൾ വണ്ടി എടുത്ത് പോകും. അപ്പോൾ എന്താണ് തീരുമാനം ഞാനൊന്ന് പ്ലാൻ ചെയ്തിട്ട് ഇപ്പം തീരുമാനിക്കും. खूब अच्छे से बढ़िया हाँ कोई टेंशन नहीं। हाँ थैंक यू रात में रहते हैं, थैंक यू। हम भी रहेंगे यहीं पे। हम रही हैं। हाँ पूरा टाइम। हाँ पूरा टाइम इधर। फुल टाइम 7 बजे जाएंगे सुबह। थैंक यू। आराम करो आराम से। ओके ओके। अब कहाँ निकलना है आप लोगों को? दिल्ली में। दिल्ली? हाँ केरला में आएगा। अच्छा हाँ, केरला। अच्छा, केरला का नाम क्या है? जय सिंह जय सिंह जी। आपका? दया शंकर। जयशंकर। हाँ। आपका एक्सप्रेस हाईवे स्टाफ है? हाँ जी। हाँ बुंदेलखंड एक्सप्रेस भी है। हमारा हाँ। प्राइवेट प्राइवेट। जी। आपका? प्राइवेट है हमारा, हाँ, कंपनी भी प्राइवेट है हमारी। हाँ प्राइवेट है। हाँ हाँ, अशोक प्राइवेट। बेल्ट कौन? हाँ आपका इधर है कितना टाइम है? हाँ सुबह 6 सुबह 6 छः। सुबह जाने का 6 सुबह और शाम को आने का 6। हाँ 6 से 6 आज यहीं रहेंगे हम आज हाँ तक। इधर हाँ हम रहेंगे, हाँ ये चले जाएंगे हाँ तो हम रुकेंगे। ठीक है कोई ठीक है। टेंशन नहीं आपको, ठीक है, आराम ठीक से बेफिक्र होके। हाँ ओके ओके। तो मैं फैमिली से वो है। फैमिली हाँ हाँ मेरी फैमिली है वहाँ पे। हाँ इधर से वो आराम से पूरी रात ठीक है, 5 ठीक है। बजेगा मैं हाँ। सफाई शुरू करूँगा। हाँ कोई दिक्कत नहीं है यहाँ, खूब आराम से सो, कोई हाँ। दिक्कत नहीं है यहाँ। ठीक है। हम रात में जगेंगे, शुक्र हम खुद फैमिली से हैं, शुक्र, यहाँ शुक्र। सफाई करेंगे, बच्चे हैं हमारे। शुक्र शुक्र। ठीक, थैंक यू। कोई बात नहीं, आराम से सो। ओके ओके थैंक यू। कोई यहाँ दिक्कत नहीं है कुछ ही का, ठीक है। हम तो लोग हैं, हाँ। कोई दिक्कत नहीं है। ओके ओके। कोई यहाँ परेशानी नहीं रहेगी, हाँ हमारा भी ड्यूटी रहता है पूरा 12 दो लोग घंटा। ये हैं, हाँ 2 लोग हम हैं, यहीं पे ही हैं, हाँ बच्चे हैं। ओ, नहीं होगा, ये नहीं होगा, हाँ, ये कुछ नहीं होगा आपका। हाँ सब यहाँ कोई भी आपकी नहीं। गाड़ी पर कोई हाथ नहीं रखेगा। हाँ, ठीक है थैंक यू। इतना नहीं छूने आएगा, कोई नहीं आएगा। हाँ देखो इतना हाँ यहाँ उधर से यहाँ कोई नहीं आएगा, हाँ आराम से सो। ഓക്കെ ठीक है താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉറങ്ങാൻ പോകരുതാണോ, ഇവിടെയാണ് നമ്മൾ ഉറങ്ങുന്നത്. അപ്പോൾ അവർ ഫുള്ള് നമുക്ക് ഇവിടെ ധൈര്യമായിട്ട് ഉറങ്ങിക്കോളി ഓലുണ്ടാവും എന്നാണ് പറയണത്. പിന്നെ 2 ആളെയും നമ്മൾ കയ്യിലെടുത്തേക്കണം. ഓക്കെ താങ്ക് യു. 2 ആളെയും നമ്മൾ കയ്യിലെടുത്തു. അപ്പോൾ നേരം വെളുക്കോളം ഓല് നമ്മളെ സേഫായിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉറങ്ങാം. കാരണം എന്താണോ, ഇതേ എക്സ്പ്രസ് ഹൈവേ ആണ്. ഏകദേശം 10-250 കിലോമീറ്റർ നേരെ പോണ ഹൈവേ ആണ്. കടകളോ ധാബകളോ ഒന്നുമില്ല, വെറും ഈ പെട്രോൾ പമ്പും ഈ ഒരു സ്ഥലം മാത്രമാണ്. ഇതിൻ്റെ അടിയിൽ എൻ്റെ അഭിപ്രായത്തിൽ 70 കിലോമീറ്റർ 100 കിലോമീറ്റർ അടിയിൽ ഇതേപോലത്തെ ഓരോ ഏരിയകളുണ്ട്. അതല്ലാത്ത വേറെ ഒന്നുമില്ല. ബാക്കിലും സൈഡിലൊക്കെ കാടാണ്. അപ്പോൾ ഇവിടെ കടക്കുമ്പോഴേ ഇങ്ങനെ 2 ആളില്ലാതെ കടന്നു കഴിഞ്ഞാൽ രാത്രി വല്ല കള്ളന്മാരോ കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ സേഫ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഓല 2 ആളെ ഞാൻ കയ്യിലെടുത്തുക്കണു. ഓല 2 ആൾക്കും ചെറിയ ഒരു കൈമണി കൊടുത്തു നമ്മൾ. അതായത് ഓലെ സന്തോഷിപ്പിച്ചു. ഒരാൾ ഇവിടെ ക്ലീൻ ചെയ്യുന്ന ഒരാളാണ്, മറ്റേ ആൾ എക്സ്പ്രസ് ഹൈവേൻ്റെ സ്റ്റാഫാണ്.